എല്ലാവർക്കും നമസ്കാരം. ജയശങ്കര. ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ അവതരിപ്പിക്കുന്ന ബാലശങ്കരം എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ബാലശങ്കരത്തിന്റെ 5ാമത്തെ സെഷനാണ്. വളരെ ലളിതമായി വിശദമായി നമ്മുടെ സനാതന ധർമ്മത്തെക്കുറിച്ചും സനാതനധർമ്മ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്ന ഒരു പരിപാടിയാണിത്. എനിക്ക് തോന്നുന്നു ഇന്നത്തെ ക്ലാസ്സിൽ കുട്ടികൾ കുറച്ച് കുറവാണ്. അത് ഒരുപക്ഷെ എക്സാമിനേഷനൊക്കെ നടക്കുന്നത് കാരണമാകാമെന്ന് കരുതുന്നു. അപ്പോൾ ആദ്യമായി നമുക്ക് ഈശ്വര പ്രാർത്ഥന ഗുരുസ്മരണയ്ക്കായി നമ്മുടെ പ്രിയപ്പെട്ട സരസ്വതി ഏട്ടത്തി ഞാൻ ഈ വേദിയിലേക്ക് സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ജയശങ്കര. എല്ലാവർക്കും നമസ്കാരം. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഞാനും ഒരു കുട്ടിയാണെന്ന് സങ്കല്പിക്കുക. ഭൂത ഗണാതിസേവിതം കവിധ്വജം ഭൂപ ലസാര പക്ഷിതം ഉമാസുതം ശോക വിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാ. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യ കൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണീ. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ജയശങ്കര. വളരെ സന്തോഷം സരസ്വതി ഏട്ടത്തി. ഇന്നത്തെ ക്ലാസ്സിലേക്ക് വളരെ സ്നേഹാദരപൂർവം നമ്മുടെയൊക്കെ ടീച്ചറായ ഏവർക്കും പ്രിയപ്പെട്ട ശ്രീമതി ഉഷ അന്തർജനത്തിനെ വേദിയിലേക്ക് ഞാൻ ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ജയശങ്കര. നമസ്തേ ജയശങ്കര. എല്ലാ പ്രാവശ്യത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇന്നിവിടെ കുഞ്ഞുങ്ങള് വന്ദന ശ്ലോകങ്ങൾ ചൊല്ലാം എന്ന് ഏറ്റിരുന്ന കുഞ്ഞുങ്ങൾ തന്നെ, മെസ്സേജ് അയച്ചിരുന്ന കുഞ്ഞുങ്ങൾ തന്നെ ഇന്ന് ഇവിടെ എത്തിയിട്ടില്ല എന്നുള്ളതൊരു ദൗർഭാഗ്യകരമാണ്. എല്ലാ വന്ദന ശ്ലോകങ്ങൾക്കും പേര് തന്നിട്ടുണ്ട്. ഇന്ന് 5 മണി കഴിഞ്ഞിട്ട് തന്നിട്ടുണ്ട്. പക്ഷെ അവരാരും ഇന്ന് കയറിയിട്ടില്ല. ഒരു പക്ഷേ പരീക്ഷയുടെ സമയമായതുകൊണ്ടായിരിക്കും. 10-24 കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് നമുക്കത് പറയാനും ഒരു ഇമ്പം ഉണ്ടായിരുന്നു. ഇപ്പം 3 കുട്ടികളെ ഉള്ളെന്നായിരുന്നു. താങ്ക് യു, വളരെ സന്തോഷം മോനെ. അപ്പം ദേവിക ഉണ്ടോ? ദേവിക ഇല്ല. നാരായണം പത്മഭവം വസിഷ്ഠം എന്ന ഗുരുവന്ദനം ചൊല്ലാമെന്ന് ഏറ്റിരുന്നത് ദേവികയാണ്. ദേവിക എത്തിയിട്ടില്ല. പിന്നെ ശ്രുതി സ്മൃതി പുരാണാന ചൊല്ലുന്നത് അർച്ചിതാണ് ചൊല്ലാമെന്ന് പറഞ്ഞിരുന്നത്. അതുകൊണ്ട് ഗുരുസ്മരണയ്ക്കായി അർച്ചിതിനെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അർച്ചിത്. ഞാൻ പറഞ്ഞിരുന്ന ആസ്താം താവത് മാതൃപഞ്ചകമാണ്. മാധവ. ഓക്കെ. അർപ്പിത്.
അർപ്പിതരൻ അർപ്പിതുണ്ടോ? ഞാൻ പറഞ്ഞിരുന്ന ഗുരു ആ. ഗുരു എന്നാ മോൻ ചൊല്ലിയട്ടെ, ഗുരുസ്മരണ മോൻ ചൊല്ലിയട്ടെ, ഗുരുവന്ദനം. ഗുരു ബ്രഹ്മ ഗുരു വിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേ നമ. ജയ് ശങ്കര. ജയശങ്കര. അർച്ചിത് മാതൃസ്തുതി. ആസ്താം താപതീയം പ്രസൂതി സമയേ ദുർവാരശൂലഭ്യതാം നൈരുച്യം തനുശോഷണം മലമയി ശയ്യാജ സാംവത്സരി ഏകസ്യാഭിനഗർഭഭാരഭരണ ക്ലേശസ്യ യസ്യാക്ഷമോ ദാതും നിഷ്കൃതി മുന്നതോ വിതനയത്തസ്യൈ ജനന്യൈ നമഃ. ഗുരുകുലമുപസൃത്യ സ്വപ്നകാലേ തു ദൃഷ്ട്വാ യദി സമുചിതവേഷം പ്രാരുരോധം ത്വമുച്ചൈ ഗുരുകുലമഥ സർവം പ്രാരുദത്തേ സമക്ഷം സപതി ചരണയോസ്തേ മാതുരസ്തു പ്രണാമ. ന ദത്തം മാതസ്തേ മരണസമയേ തോയമപി വാ സ്വധാവാനോ ദേയാ മരണദിവസേ ശ്രാദ്ധവിധിന. ന ജപ്തോ മാതസ്തേ മരണസമയേ താരകമഹം അകാലേ സംപ്രാപ്തേ മയി ഗുരുദയാമാരുതതുലാം. മുക്താമണിസ്ത്വം നയനം മമേതി രാജേതി ജീവേതി ചിരം സുതത്വം ഇത്യുക്തവക്താസ്തവ വാജിമാതർ ദദാമ്യഹം തണ്ടുലമേവ ശുഷ്കാം. അംബേതി താരേതി ശിവേതി തസ്മിൻ പ്രസൂതികാലേ യദവോജമുച്ചൈ കൃഷ്ണേതി ഗോവിന്ദ ഹരേ മുകുന്ദേ ത്യഹോ ജനന്യേരിജിതോയമഞ്ജലി. ജയശങ്കര. വളരെ സന്തോഷം മോനെ. ദ്രുപദം ഉണ്ടോ? ദ്രുപദ സരസ്വതി വന്ദനത്തിന് പേര് തന്നിട്ടുണ്ട്. മോനെ എത്തിയില്ലല്ലോ. ഇല്ല. ശിവസ്തുതിക്കായി ചിന്മയി മോളെ ക്ഷണിച്ചു കൊള്ളുന്നു. ജയശങ്കര. ശിവം ശിവഗദം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗ പ്രണേതാരം പ്രണതോസ്മി സദാശിവം. ജയശങ്കര. വളരെ സന്തോഷം മോളെ. അടുത്തതായി നല്ല വാക്കു ചൊല്ലണം ദേവനാരായണനെ ക്ഷണിച്ചു കൊള്ളുന്നു. ജയശങ്കര. നല്ല വാക്കു ചൊല്ലണം നന്മ ചെയ്തു വാഴണം നാമഘോഷമെന്നും എന്റെ നാവിലായി വന്നിടണം. നല്ല ചിന്തയേകണം മനസ്സു ശുദ്ധമാകണം നിത്യനായ ചിപ്രകാശ സ്വരൂപനെ വണങ്ങണം. കൊഞ്ചിടുന്ന പിഞ്ചുപാദമോർക്കണം ആൽപദാഭ്യം തന്നെ സദാ നമിച്ചു ഞാൻ ആത്മതാംശം തന്നിലായി സദാ നമിച്ചിടുന്നു. എന്താ മോനെ ആരാണ്ടോ ഇക്കളിടുന്നുണ്ടോ? രണ്ടുപേരും കൂടെ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ സന്തോഷം. പുതിയതായിട്ട് വന്ന ആൾക്കാരുടെ അറിവിലേക്ക് പറയുകയാണ്. 10-24 കുട്ടികളൊക്കെ ഉണ്ടായിരുന്നതാണ്. ഈ മാർച്ച് ആയതുകൊണ്ടായിരിക്കും കുഞ്ഞുങ്ങളില്ലാത്തത്. നമ്മൾ ഒരു ഓർഡറില് വന്ദന ശ്ലോകങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കുഞ്ഞുങ്ങൾ തന്നെയായിരുന്നു എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത്. ആ ഓർഡറിൽ തന്നെ അവരെല്ലാം ഇതെല്ലാം ചൊല്ലാറുണ്ടായിരുന്നു. നാള് കുറവായതുകൊണ്ട് അങ്ങനെയൊക്കെ നടക്കാതെ പോയി. ഇനി കഴിഞ്ഞ പ്രാവശ്യം രാമായണത്തിനെ കുറിച്ച് തുടക്കത്തിൽ രാമായണം എന്താണ് എന്നതിനെ കുറിച്ച് ഒരു ചെറിയ വിശദീകരണമായിരുന്നു കൊടുത്തത്. ഇപ്രാവശ്യം വന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമുക്ക് ബാക്കി ഭാഗത്തെ കുറിച്ച് പറയാം. 12 ചോദ്യം കഴിഞ്ഞ പ്രാവശ്യം അരമണിക്കൂർ പറഞ്ഞതിൽ നിന്ന് നമ്മൾ 12 ചോദ്യോത്തരങ്ങള് നമ്മുടെ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തിരുന്നു. കുഞ്ഞുങ്ങളൊക്കെ അത് ബുക്കിൽ എഴുതിയെടുത്ത് പഠിക്കുമെന്ന് തോന്നുന്നു. ഇനി നമുക്ക് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ് പറയുന്നത്. വലിയവർക്ക് ഇതിൽ നിന്നും കിട്ടാൻ സാധ്യതയില്ലെങ്കിലും പറയുകയാണ്.
വാൽമീകി ആണ് ആദികാവ്യമായ രാമായണം രചിച്ചത്. ആദികവിയായ വാൽമീകിയാണ് ആദികാവ്യമായ രാമായണം സംസ്കൃത ഭാഷയിൽ രചിച്ചത്. ആദ്യം വാൽമീകി മഹർഷി രചിച്ചപ്പോ ഇതിന് 24,000 ശ്ലോകങ്ങളാണ് സംസ്കൃത ഭാഷയിലുള്ള രാമായണം മൂലഗ്രന്ഥത്തിൽ ഉള്ളത്. 24,000. 7 കാണ്ഡങ്ങളോടെ ബാലകാന്ഡം, അയോധ്യാകാന്ഡം, ആരണ്യകാന്ഡം, കിഷ്കിന്ധാകാന്ഡം, സുന്ദരകാന്ഡം, യുദ്ധകാന്ഡം, ഉത്തരകാന്ഡം. നമുക്ക് ഇത് പഠിക്കാനുള്ള ഒരു എളുപ്പമാർഗമുണ്ട്. ആദ്യം കുഞ്ഞുങ്ങളായി ബാലന്മാരായി ശ്രീരാമചന്ദ്രപ്രഭുവും ബാക്കിയുള്ളവരും ഇരുന്ന കാന്ഡം ബാലകാന്ഡം. പിന്നെ അവരെവിടാണ് താമസിച്ചത്? അയോധ്യയിൽ. അതുകൊണ്ട് അയോധ്യാകാന്ഡം. അയോധ്യാകാന്ഡത്തിൽ നിന്ന് അവർ പിന്നീട് പോകേണ്ടി വരുന്നത് എവിടേക്കാണ്? ആരണ്യകാന്ഡത്തിലേക്ക്. ആരണ്യത്തിലേക്ക്, വനത്തിലേക്കാണ് പോകുന്നത്. ആരണ്യത്തിലേക്ക് പോകുന്നോണ്ട് ആരണ്യകാന്ഡം. അടുത്തതായിട്ട് ഉള്ളത് കിഷ്കിന്ധാകാന്ഡം. അങ്ങനെ വനത്തിലേക്ക് പോകുന്ന അവര് ഹനുമാൻ സ്വാമിയെയും സുഗ്രീവനെയും ഒക്കെ കണ്ടുമുട്ടുന്ന കാന്ഡമാണ് കിഷ്കിന്ധ എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചാണ് കാണുന്നത്. അത് കിഷ്കിന്ധാകാന്ഡം. വനത്തിലേക്ക് പോകുന്നവരെ വനത്തിൽ നടുവിലുള്ള കിഷ്കിന്ധയിൽ എത്തുമ്പോ കിഷ്കിന്ധാകാന്ഡം. പിന്നെ അവിടെ വെച്ച് പിന്നെ സീതാദേവിയൊക്കെ ആരണ്യകാന്ഡത്തിൽ വെച്ച് രാവണൻ മോഷ്ടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞിട്ട് ഹനുമാൻ സ്വാമി സീതാദേവിയെ അന്വേഷിച്ച് ചെന്നിട്ട് ലങ്കയിൽ ചെന്ന് സീതാദേവിയെ കാണുന്ന ഭാഗമാണ് അടുത്തത്. അതാണ് അപ്പം ആരണ്യകാന്ഡത്തിൽ വെച്ച് സീതാദേവിയെ നഷ്ടപ്പെടുന്ന ശ്രീരാമചന്ദ്രൻ അങ്ങനെ കിഷ്കിന്ധയിലെത്തി ഹനുമാൻ സ്വാമിയെ സുഗ്രീവനുമായിട്ടൊക്കെ സഖ്യമായി. അങ്ങനെ ഹനുമാൻ സ്വാമി സീതാന്വേഷണത്തിനായി ശ്രീരാമ നിർദ്ദേശപ്രകാരം ലങ്കയിൽ ചെന്ന് സീതാദേവിയെ കാണുന്ന സുന്ദരമായ ഭാഗമാണ് സുന്ദരകാന്ഡം. പിന്നീട് സീതാദേവിയെ കണ്ടുപിടിച്ചു കഴിഞ്ഞപ്പോ സീതാദേവിയെ കൊണ്ടുപോയ രാവണനെ നിഗ്രഹിക്കണം. അങ്ങനെ നിഗ്രഹിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? യുദ്ധം ചെയ്യണം. അതാണ് സുന്ദരകാന്ഡത്തിന് ശേഷം യുദ്ധകാന്ഡം. അടുത്ത ഏറ്റവും അവസാനം ഉത്തരകാന്ഡം. തിരിച്ചു വന്ന ശ്രീരാമചന്ദ്രൻ സീതാദേവിയൊക്കെ നേടി തിരിച്ചു വന്ന കാന്ഡമാണ് ഉത്തരകാന്ഡം. അപ്പൊ അങ്ങനെ 7 കാണ്ഡങ്ങളായിട്ടാണ് വാൽമീകി മഹർഷി രാമായണം മൂലഗ്രന്ഥം 24,000 ശ്ലോകങ്ങളോടെ സംസ്കൃത ഭാഷയിൽ രചിച്ചത്. ഇതിനകത്ത് കുറെ ചോദ്യങ്ങളുണ്ട്. ആദികവി ആര്? മ്യൂട്ട് മാറ്റി ഉത്തരം പറയാൻ കുഞ്ഞുങ്ങളൊക്കെ. ആദികവി ഉത്തരം വളരെ ശരിയാണ് മോനെ. ആദികാവ്യം രാമായണം. വളരെ ശരി മോനെ അർച്ചിത്. അടുത്തത് ഏത് ഭാഷയിലാണ് എഴുതിയത് വാൽമീകി? സംസ്കൃതം. സംസ്കൃത ഭാഷയിൽ. ഉത്തരം വളരെ ശരിയാണ്. വാൽമീകി രാമായണത്തിൽ എത്ര ശ്ലോകങ്ങളുണ്ട്? 24,000 ശ്ലോകങ്ങളുണ്ട്. ഇനി എത്ര കാണ്ഡങ്ങളുണ്ട് രാമായണത്തിൽ? എത്ര കാണ്ഡങ്ങളുണ്ട്? 7 കാണ്ഡങ്ങളുണ്ട്. ഏതൊക്കെയാണെന്ന് പറയാൻ പറ്റുമോ? അവര് ബാലന്മാരായി. പിന്നെ അവരെവിടെ താമസിച്ചത്? ബാലകാന്ഡം. അവരേത് രാജ്യത്താ താമസിച്ചത്? അയോധ്യാകാന്ഡം. പിന്നെ അവരെവിടുന്ന് എങ്ങോട്ടാ പോയത്? ആരണ്യകാന്ഡം. അരണ്യം എന്ന് പറഞ്ഞ വനം. ആരണ്യകാന്ഡം. പിന്നെ അവിടെ വെച്ച് ഹനുമാനെയും സുഗ്രീവനെയും ഒക്കെ കാണുന്ന സുഗ്രീവന്റെ സ്ഥലം ഏതാ? കിഷ്കിന്ധാകാന്ഡം. കിഷ്കിന്ധാകാന്ഡം. പിന്നെ സീതാദേവിയെ ഹനുമാൻ സ്വാമി കണ്ടുവെത്തുന്നത് ലങ്കയില് കാണുന്ന കാന്ഡം സുന്ദരകാന്ഡം. സുന്ദരകാന്ഡം. പിന്നെ കണ്ടു കഴിഞ്ഞാൽ തിരിച്ചു നേടിയെടുക്കാൻ വേണ്ടി രാമരാവണ യുദ്ധമാണ്. അപ്പൊ ഏത് കാണ്ഡത്തിലാണ്? യുദ്ധകാന്ഡം. യുദ്ധകാന്ഡം. പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് സ്വസ്ഥമായി തിരിച്ചെത്തുന്നത് ഉത്തരകാന്ഡം. എളുപ്പമുണ്ടല്ലോ പഠിക്കാൻ. ആ രീതിയിൽ അങ്ങനെ പറഞ്ഞു പഠിക്കുമ്പോ എളുപ്പമാവും.
ഇനി നമുക്ക് ആദികാവ്യമായ രാമായണം എഴുതിയ വാൽമീകിയെ കുറിച്ച്, വാൽമീകിയുടെ കഥ. ആരാണ് വാൽമീകി? വാൽമീകി ഒരു രത്നാകരൻ എന്ന് പറയുന്ന ഒരു കാട്ടാളനായിരുന്നു. കാട്ടിലിങ്ങനെ വസിച്ച് പിടിച്ചു പറിച്ചും തട്ടിയെടുത്തും ആൾക്കാരെ ഉപദ്രവിച്ചും ഒക്കെ എങ്ങനെങ്കിലും ജീവിക്കാനുള്ള മാർഗങ്ങൾ തട്ടിയെടുക്കുന്ന ഒരു കൊള്ളക്കാരനായിരുന്നു രത്നാകരൻ എന്ന കാട്ടാളൻ. അങ്ങനെ ആ രീതിയിൽ അങ്ങനെ കാട്ടിലിങ്ങനെ വസിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു ദിവസം ആ വനത്തിൽ കൂടി, വനത്തിലാണ് രത്നാകരൻ എന്ന കാട്ടാളൻ താമസിച്ചിരുന്നത്, മറ്റുള്ളവരെ ഉപദ്രവിച്ചും പിടിച്ചു പറിച്ചും എല്ലാം തട്ടിയെടുത്തായിരുന്നു അവരുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോയത്. അങ്ങനെ ഇരിക്കെ ഒരിക്കൽ സപ്തർഷികൾ ആ വനത്തിൽ കൂടി സഞ്ചരിക്കാനിട വന്നു. അവരെ കണ്ടതും തന്റെ സ്വന്തം സ്വഭാവം, അവരുടെ കയ്യിൽ നിന്ന് ഒന്നുമില്ല, വസ്ത്രമെങ്കിലും കിട്ടുമല്ലോ, സന്യാസിമാരാകുമ്പോ അവരുടെ കയ്യിൽ ഒന്നുമില്ല, സന്യാസി, മൊത്തം ന്യസിച്ചവൻ, എല്ലാം ദാനം ചെയ്തവൻ, നീ സ്വന്തമായിട്ടൊന്നുമില്ലാത്തവൻ, അതാണ് സന്യാസി. അപ്പം എന്നാ പോലും എന്തെങ്കിലും കാണുമല്ലോ എന്ന് വിചാരിച്ച് അവരെ കൊള്ളയടിക്കാനായിട്ട് രത്നാകരൻ എന്ന കാട്ടാളൻ നിന്ന് ചാടി വീഴുകയാണ്. അപ്പോഴോ സന്യാസിമാര് ചോദിച്ചു, നീ എന്തിനാണ് ഇപ്പൊ ഇങ്ങനെ ചെയ്യുന്നത്? പറഞ്ഞു, എനിക്ക് എന്റെ കുടുംബത്തെ നോക്കണം, എന്റെ ഭാര്യ മക്കള് അവരെയൊക്കെ സംരക്ഷിക്കണം. നമ്മളൊക്കെ ഓരോ വീട്ടിലുണ്ട്, നമ്മുടെ അച്ഛനും അമ്മമാര് ജോലി ചെയ്ത് പൈസ കൊണ്ടുവന്നിട്ട് നമ്മളെല്ലാം ദിവസവും കഴിയുകയാണ്. ആ ഒരു സ്മരണ നമുക്ക് എപ്പോഴും വേണം. അവരെ ആർക്കു വേണ്ടിയാണ് കഷ്ടപ്പെടുന്നത്? അച്ഛനമ്മമാരെ നല്ല മാർഗത്തിൽ കൂടി ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കി നമ്മുടെ കാര്യങ്ങളൊക്കെ അവരാൽ കഴിയുന്നത്ര ഭംഗിയായിട്ട് നോക്കിത്തരുന്നുണ്ട്. നമ്മൾ സനാതന ധർമ്മശാസ്ത്രം പഠിച്ചപ്പോൾ നമ്മൾ കുറെ കാര്യങ്ങൾ പഠിച്ചിരുന്നു. അപരിഗ്രഹം, ആവശ്യത്തിൽ കൂടുതൽ ഒന്നും നേടണം എന്ന ആഗ്രഹം വേണ്ട, ആവശ്യത്തിന് മാത്രം. അപ്പൊ അങ്ങനെ ആവുമ്പോൾ നമുക്കെല്ലാം സംതൃപ്തിയാകും. അന്നത്തെ യമനിയമാദികളൊക്കെ നിങ്ങളുടെയൊക്കെ ഓർമ്മയുണ്ടോ? എല്ലാരും ബുക്കിലൊക്കെ എഴുതിയെടുത്ത് വെച്ചിട്ടുണ്ടോ? വെരി ഗുഡ്, വെരി ഗുഡ്. അർച്ചിത. ആരാണ് പറഞ്ഞത്? മേധ, വേദശ്രീ. വളരെ സന്തോഷം. നമ്മൾ നേരത്തെ പഠിച്ചതൊക്കെ ബുക്കിൽ എഴുതിയെടുത്ത് വെക്കുന്നത് കൂടാതെ ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ പഞ്ചമഹായജ്ഞങ്ങളും യമനിയമാദികളും ഒക്കെ ജീവിതത്തിൽ പ്രാക്ടിക്കലായിട്ട് കാണിക്കാൻ വേണ്ടിയാണ് അത് ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞത്. അപ്പൊ അത് കഴിഞ്ഞ് അപ്പൊ സപ്തർഷികൾ പറഞ്ഞു, ശരി, നീ അവരെ സംരക്ഷിക്കാൻ വേണ്ടി, അവർക്ക് ആഹാരത്തിനും വസ്ത്രത്തിനും ഒക്കെ വേണ്ടിയാണല്ലോ ഈ ഇങ്ങനൊക്കെ ശരിയായ മാർഗത്തിൽ കൂടെ ആണോ രത്നാകരൻ അവരെ സംരക്ഷിക്കുന്നത്? അല്ല. അപ്പം നമ്മൾ ചെയ്യുന്നത് ശരിയായാലും തെറ്റായാലും അതിനൊരു ഫലം നമുക്ക് കിട്ടും, ഉറപ്പാ. നമ്മൾ തെറ്റ് ചെയ്താൽ ആ തെറ്റിന്റെ ഫലം നമ്മൾ അനുഭവിക്കേണ്ടി വരും. ശരികളാണ് ചെയ്യുന്നതെങ്കിൽ നല്ല ഫലം നമുക്ക് അനുഭവിക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി ആയിട്ട് വേണോ അതോ മോശം ചിന്തകളും? കാരണം നമ്മൾ എന്ത് ചിന്തിച്ചാലും എന്ത് പറഞ്ഞാലും എന്ത് പ്രവർത്തിച്ചാലും ഇതിനൊക്കെ ഒരു ഫലം നമുക്ക് കിട്ടും. ടു എവരി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അപ്പൊ അത് നമ്മുടെ മനസ്സിൽ എപ്പോഴും വേണം. നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ നമ്മൾ കഴിഞ്ഞ സനാതന ധർമ്മശാസ്ത്ര ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെ വേണം നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ. ഇവിടെ നീ ചെയ്യുന്ന ഫലം ഈ ഇങ്ങനെ പിടിച്ചു പറിച്ചുകൊണ്ട് പോകുന്നതൊക്കെ അവരാണല്ലോ അനുഭവിക്കുന്നത്. അങ്ങനാണെങ്കിൽ നീ ഈ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം കൂടെ അവരനുഭവിക്കുമോ? ഇത് മോശപ്പെട്ട കാര്യമാണ് നീ ചെയ്യുന്നത്, അതിനൊരു മോശം ഫലമായിരിക്കും നിനക്ക് കിട്ടുന്നത്, അതും അവരനുഭവിക്കാൻ തയ്യാറാണോ എന്ന് ചോദിച്ചു. അതെനിക്ക് അറിഞ്ഞൂടാ എന്ന് രത്നാകരൻ പറഞ്ഞു. ശരി, നീ പോയി ചോദിച്ചിട്ട് വന്നാ മതി ഭാര്യയോടും മക്കളോടും, ഞങ്ങൾ അതുവരെ ഇവിടെ നിന്നോളാം എന്ന് പറഞ്ഞു. അങ്ങനെ സപ്തർഷികൾ അവിടെ വെയിറ്റ് ചെയ്തു. രത്നാകരൻ എന്ന കാട്ടാളൻ നേരെ വീട്ടിൽ ചെന്നു. അവിടെ ഭാര്യയും മക്കളെയൊക്കെ വിളിച്ചിട്ട് ചോദിച്ചു, ഞാൻ കൊള്ളയടിച്ചും തട്ടിയെടുത്തും ഉപദ്രവിച്ചും ഒക്കെയാണ് ഈ സാധനങ്ങളൊക്കെ നിങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി ഇവിടെ കൊണ്ടുവരുന്നത്. ഇതൊക്കെ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടല്ലോ. ശരി, ഞാൻ ചെയ്യുന്നത് മോശപ്പെട്ട പ്രവൃത്തികളാണെന്ന് എനിക്ക് ബോധ്യമായി. ഇതിനൊക്കെ മോശം അനുഭവം എനിക്കുണ്ടാവും. അപ്പൊ അതിന്റെ ഫലം കൂടെ നിങ്ങൾ അനുഭവിക്കുമോ? അപ്പൊ എന്തു പറഞ്ഞു? രത്നാകരന്റെ ഭാര്യ പറഞ്ഞു,
താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ തൻ ഫലം താൻ താൻ അനുഭവിച്ചിടുകന്നേ വരൂ. നമ്മൾ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം ആരനുഭവിക്കും? നമ്മൾ ചെയ്യുന്ന നമ്മൾ തന്നെ അനുഭവിക്കും. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം നമ്മൾ തന്നെ അനുഭവിക്കും, വേറെ ആരുമല്ല അനുഭവിക്കുന്നത്. അതുകൊണ്ട് രത്നാകരൻ കൊള്ളയടിച്ചിട്ടാണ് എല്ലാം കൊണ്ടുവരുന്നതെങ്കിൽ കൊണ്ടുവരുന്നതൊക്കെ ഞങ്ങൾ അനുഭവിക്കാം. പക്ഷേ ആ കൊള്ളയടിക്കുന്നതിന്റെ, മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നതിന്റെ ഒക്കെ ഫലം രത്നാകരൻ തന്നെ അനുഭവിക്കും. അത് ഞങ്ങൾ ആർക്കും പങ്കിട്ടെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് രത്നാകരന് ബോധോദയം ഉണ്ടായത്. ദൈവമേ, ഞാൻ ഇത്രയും നാൾ ചെയ്തതിന്റെ ഫലം, ഈ ചെയ്തു കൂട്ടിയ അക്രമങ്ങളുടെയൊക്കെ ഫലമെല്ലാം കൂടെ ഒന്നിച്ച് ഞാൻ തന്നെ അനുഭവിക്കേണ്ടി വരുമല്ലോ എന്നുള്ള വിഷമം കാരണം. അപ്പൊ എന്തൊരു ഘോരമായ ഫലമായിരിക്കും എനിക്ക് കിട്ടാൻ പോകുന്നത്. ഇതോർത്തപ്പം തന്നെ രത്നാകരന് പേടിയായിപ്പോയി. രത്നാകരൻ തിരിച്ച് സപ്തർഷികളുടെ അടുത്ത് വന്ന് അവരുടെ പാദങ്ങളിൽ നമസ്കരിച്ച് പറഞ്ഞു, ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തു പോയി, ഇനി തെറ്റുകളൊന്നും ഞാൻ ചെയ്യത്തില്ല, പക്ഷേ എന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞ് ശരണാഗതി അടയുകയാണ്. സപ്തർഷികൾ കൂടി ആലോചിച്ചിട്ട് പറഞ്ഞു, ഞാൻ ചെയ്തു പോയത് തെറ്റാണെന്നൊരു ബോധ്യം വന്നല്ലോ, ഇനി അത് ചെയ്യത്തില്ലെന്നും പറഞ്ഞല്ലോ, അപ്പൊ നമ്മളെ ശരണം പ്രാപിച്ചവരെ നമ്മൾ തീർച്ചയായും രക്ഷിക്കണം എന്ന് വിചാരിച്ച് അവരെ രത്നാകരൻ എന്ന കാട്ടാളനോട്, ഇനിയും നിങ്ങൾ തപസ് ചെയ്യുക. തപസ് എന്നുള്ള വാക്കിന്റെ അർത്ഥം അറിഞ്ഞൂടാ. എന്താണ് തപസ് എന്നറിയാ? നമുക്കറിയാം അല്ലേ? നമുക്കറിയാം, നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ തപസ്സൊക്കെ പഠിച്ചതാ, അതുകൊണ്ട് നമുക്കറിയാം. പക്ഷെ രത്നാകരൻ അറിഞ്ഞൂടാ. അപ്പൊ രത്നാകരനോട് പറഞ്ഞു, നീ അവിടെ സ്വസ്ഥമായിട്ടിരുന്നിട്ട് മരാ മരാ എന്ന് ജപിക്കൂ. തുടർച്ചയായിട്ട് ഞങ്ങളുടെ തീർത്ഥാടനമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുന്നത് വരെ നീ ഇവിടെ ഇരുന്ന് മരാ മരാ എന്ന് നിർത്താതെ ജപിച്ചുകൊണ്ടിരിക്കാൻ പറഞ്ഞു. ഇവിടെ നമ്മൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. രത്നാകരൻ ഞാൻ ചെയ്തു പോയ കാര്യം തെറ്റാണെന്ന് തിരിച്ചറിവ് വന്നു. ഇതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങള്, നമ്മളെല്ലാവരും നമ്മുടെ നിത്യജീവിതത്തില് എന്തെങ്കിലുമൊക്കെ ചിന്തകളുണ്ടോ വാക്കുകൾ കൊണ്ടോ ഒക്കെ മറ്റുള്ളവരെ വേദനിപ്പിക്കുകയോ പ്രവൃത്തികൾ കൊണ്ടോ ഒക്കെ വേദനിപ്പിക്കുകയോ വിഷമിപ്പിക്കുകയോ അനുസരണക്കേട് കാണിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇപ്പൊ നമുക്ക് തിരുത്താനുള്ള ഒരു അവസരമാണ്. രത്നാകരന്റെ ഈ തിരിച്ചറിവ് പോലെ നമുക്കും തിരിച്ചറിവ് വന്നിട്ട് നല്ല കുഞ്ഞുങ്ങളായിട്ട് നല്ല സൗഹൃദങ്ങളിൽ കൂടി മാത്രം, നല്ല സുഹൃത്തുക്കളെ മാത്രം കൂട്ടി നല്ല സ്വഭാവത്തോടു കൂടി നല്ല അനുസരണയോടുകൂടി നമ്മൾ ആദ്യത്തെ 3 ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ നിത്യജീവിതത്തിൽ അത് എന്നും ഞാൻ പറയുന്നത് അതുകൊണ്ടാണ്. അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തണം. അത് പകർത്തുന്ന കുഞ്ഞുങ്ങള് ഇന്ന് കാണുന്ന മോശപ്പെട്ട പ്രവൃത്തികളിലേക്ക്, നമ്മളിപ്പം പത്രം എടുത്ത് നോക്കിയാലും TV തുറന്ന് നോക്കിയാലും ഒക്കെ കാണുന്ന ഈ ഭീകരമായ ലോകത്തിലെ, ഇപ്പൊ ശരിക്കും ലോകം ഒരു ഭയങ്കര ഭീകരമായിട്ട് നമുക്ക് തോന്നുന്നു. എന്താണ്? ലോകത്തിനാണോ കുഴപ്പം? അല്ല, നമ്മൾ മനുഷ്യരായി കാണിക്കുന്നത് ഈ അക്രമങ്ങളും ഈ ഒരിക്കലും ചെയ്യാൻ വരാത്ത കാര്യങ്ങളും. അപ്പം അത് നമ്മളിപ്പൊ ചെറുപ്പത്തിൽ തന്നെ നമ്മളത് ശീലിക്കണം. ഇതുവരെ എന്തെങ്കിലും അച്ഛനോടോ അമ്മയോടോ അനുസരണക്കേടോ ദേഷ്യപ്പെടുവോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ച് നമ്മുടെ ഏറ്റവും നല്ല ഗുരുക്കന്മാരാണ് നമ്മുടെ രക്ഷകർത്താക്കൾ എന്നുള്ള ബോധത്തോടുകൂടി അവരെ അനുസരണയോടെ, ബഹുമാനത്തോടെ, സ്നേഹത്തോടെ, അനുസരണയോടെ അവരോട് പെരുമാറണം. ഈ രത്നാകരൻ തിരിച്ചറിഞ്ഞപ്പോഴത്തേക്ക് രത്നാകരൻ ആരായി? വാൽമീകി മഹർഷിയായി. നമുക്കും അതുപോലെ ഉന്നതങ്ങളിലെത്താം. വിദ്യാഭ്യാസം കൊണ്ട് തന്നെ ഒരാൾക്കും ഉന്നതങ്ങളിലെത്താനാവില്ല. പിന്നെ എങ്ങനെ എത്താം? സ്വഭാവം കൂടെ നന്നായിരിക്കണം. ഈ രത്നാകരന്റെ സ്വഭാവം നന്നായി കഴിഞ്ഞപ്പോ തന്നെ കണ്ടോ, തിരിച്ചറിഞ്ഞേ നിങ്ങള്? തിരിച്ച് ഈ സപ്തർഷികൾ പോയതിനു ശേഷം തീർത്ഥാടനമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോ അവര് രത്നാകരനെ കാണാനില്ല. കാരണം അവിടെ മൺപുറ്റുകൊണ്ട് രത്നാകരന്റെ ദേഹം, കാരണം ഇത്രയും കാലം അനങ്ങാതെ അവിടെ ഇരിക്കുക. അങ്ങനെ മൺപുറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരു സാധനം ഒരിടത്ത് വെച്ചാല് വളരെ കാലം അതേ തൊടാതെ ഇരിക്കുകയാണെങ്കിൽ മണ്ണ് കൊണ്ടതങ്ങ് മൂടും. അങ്ങനെ ഇവിടെ വാൽമീകം, മൺപുറ്റ്. ആ വാൽമീകം എന്ന വാക്കിന്റെ അർത്ഥം മൺപുറ്റ്. ഇതും ഒരു ചോദ്യമാണ്. വാൽമീകം എന്ന വാക്കിന്റെ അർത്ഥം മൺപുറ്റ്. മൺപുറ്റുകൊണ്ട് വാൽമീകി ഈ രത്നാകരൻ എന്ന കാട്ടാളൻ അങ്ങ് മൂടപ്പെട്ടു. അപ്പൊ ഈ സപ്തർഷികൾ വന്നിട്ട് ചോദിക്കുകയാണ്,
രത്നാകരനെ വിളിക്കുമ്പോൾ രത്നാകരൻ ആ വാൽമീകത്തിൽ നിന്നും ആ പൊൻപുറ്റിൽ നിന്നും പുറത്തു വന്ന് വാൽമീകി എന്ന പേരിൽ വളരെ വലിയ മഹർഷിയായി മാറി. പിന്നെ ഈ മഹർഷിയുടെ പിന്നെ തപസ് ചെയ്തും ധ്യാനം ചെയ്തും മന്ത്രങ്ങൾ പഠിച്ചും വളരെ നല്ല ആചാര്യനായിട്ട് ഈ മഹർഷി ജീവിക്കുകയാണ്. ആര്? വാൽമീകി. വാൽമീകി എന്ന വാക്കിന്റെ അർത്ഥം മൺപുറ്റ്. ആരുടെ സത്സംഗം കൊണ്ടാണ് രത്നാകരൻ എന്ന കാട്ടാളൻ വാൽമീകി മഹർഷിയായത്? സപ്തർഷികളുമായിട്ടുണ്ടായ സത്സംഗം കൊണ്ടാണ് രത്നാകരൻ എന്ന കാട്ടാളൻ വാൽമീകി മഹർഷിയായി മാറിയത്. അപ്പം നമ്മളും ഇതുപോലെ ഈ ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ എന്ന സംഘടനയിലെ എല്ലാ ശനിയും ഞായറുകളും ഇതുപോലെ സത്സംഗങ്ങളുണ്ട്. ഈ എല്ലാ സത്സംഗങ്ങളിലും നമ്മൾ പങ്കെടുത്താല് നമ്മൾ ശരിക്കും തിങ്കൾ ടു വെള്ളി നമ്മൾ സ്കൂളിലെ കാര്യങ്ങളെല്ലാം പഠിക്കുക. പക്ഷെ ശനി ഞായർ 2 ദിവസം ഓരോ മണിക്കൂർ സത്സംഗത്തിൽ ഏർപ്പെടാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഒരൊറ്റ സത്സംഗം കൊണ്ടാണ് രത്നാകരൻ എന്ന കാട്ടാളൻ വാൽമീകി മഹർഷിയായി മാറിയത്. അപ്പൊ നമ്മൾ തീർച്ചയായിട്ടും സത്സംഗങ്ങളിൽ പങ്കെടുത്ത് സ്വഭാവശുദ്ധിയുള്ളവരായി മാറണം. എത്രയൊക്കെ വിദ്യാഭ്യാസം ആ ഭൗതിക ജ്ഞാനം നേടിയാലും സ്വഭാവശുദ്ധി ഇല്ലെങ്കിൽ അതൊക്കെ വ്യർത്ഥമായി പോകും. ചെറുപ്പം മുതലേ നമ്മൾ ഒക്കെ അഭ്യസിച്ച്, കാരണം നിത്യാഭ്യാസം കൊണ്ടാണ് ഒരാൾ തെളിഞ്ഞ് ആ രീതിയിലേക്ക് വരുന്നത്. അങ്ങനെ വാൽമീകി മഹർഷി അങ്ങനെ ഒരിക്കല് തന്റെ ആശ്രമത്തിലൊക്കെ ഇരിക്കുമ്പം അവിടെ ബ്രഹ്മാവ് വരികയാണ്. ഒരിക്കൽ സന്ധ്യാവന്തനത്തിന് പോകുമ്പോ അവിടെ വെച്ച് 2 ക്രൗഞ്ച പക്ഷികൾ, അതിലൊന്നിനെ ഒരു വേടൻ അമ്പെയ്ത് കൊല്ലുന്നു. അപ്പൊ ക്രൗഞ്ച പക്ഷികളെ ഈ വേടൻ അമ്പെയ്ത് കൊല്ലുമ്പോ ഇണപക്ഷികളാണ്. ഭാര്യയും ഭർത്താവും കൂടെ ഒന്നിച്ചിരുന്ന് സന്തോഷമായിട്ടിരിക്കുമ്പോഴാ ഈ ഒരു വേടൻ വന്നത്. അതില് ഒരു പക്ഷിയെ അമ്പെയ്ത് കൊല്ലുന്നത്. അത് കണ്ട ഈ പണ്ട് രത്നാകരൻ എന്ന കാട്ടാളനായിരുന്നപ്പം എല്ലാ ദുഷ്ടപ്രവൃത്തിയും ചെയ്യുമായിരുന്നു. ഇപ്പൊ അതൊന്നും ചെയ്യത്തില്ല, സാത്വിക സ്വഭാവമുള്ള. അപ്പൊ കണ്ടപ്പം വാൽമീകി മഹർഷിക്ക് വളരെ വിഷമമായിട്ട് കോന്യസ്മിൻ സാമ്പ്രതം ലോകെ ചോദിക്കുകയാണ്, മാ നിഷാദ പ്രതിഷ്ഠാം ത്വമഗമ ശാശ്വതീ സമാ യൽ ക്രൗഞ്ച മിഥുനാദേക മാവധി കാമമോഹിതം എന്ന് പെട്ടെന്നുണ്ടായ ഇതിൽ ചോദിക്കുകയാണ്. അതിന് 2 അർത്ഥങ്ങളാണ് പറയുന്നത്. ഒന്ന്, എന്താണ് നിഷാദ, എന്താണ് കാട്ടാള, ഈ സന്തോഷമായിട്ടിരുന്ന 2 ക്രൗഞ്ച പക്ഷികളിൽ ഒന്നിനെ നീ അമ്പെയ്ത് വീഴ്ത്തിയല്ലോ എന്ന് പറയുന്നതോടൊപ്പം ഇതിന് വേറൊരു അർത്ഥം കൂട്ടുണ്ട്. കാമമോഹിതനായ ക്രൗഞ്ചപ്പക്ഷികൾ. ഇവിടെ ക്രൗഞ്ചപ്പക്ഷി എന്നത് രാവണനും മണ്ഡോദരി, അതിലൊന്നിനെ വധിച്ച്. ആരെയാണ് വധിച്ചത്? ആരെയാണ് ശ്രീരാമചന്ദ്രൻ വധിച്ചത്? രാവണനെയാണോ മണ്ഡോദരിയെയാണോ? രാവണനെ വധിച്ച് ഈ ഭൂമിക്ക് ഐശ്വര്യത്തെ പ്രദാനം ചെയ്തതായ ശ്രീരാമചന്ദ്ര പ്രഭുവിനെ വന്ദിക്കുന്നതായിട്ടും ആ ശ്ലോകത്തിന് ഒരർത്ഥമുണ്ട്. അങ്ങനെ ചെയ്തിട്ട് അത് കേട്ടോണ്ട് ബ്രഹ്മാവ് അവിടെ വരികയും ഈ ശൈലിയിൽ തന്നെ രാമന്റെ കഥ രാമായണമായി എഴുതാൻ, സ്തോത്രകാവ്യമായി എഴുതാൻ പറയുകയാണ്. അങ്ങനെ ബ്രഹ്മാവിന്റെയും നാരദന്റെയും നിർദ്ദേശപ്രകാരം വാൽമീകി 24,000 ശ്ലോകങ്ങളെ കൊണ്ട് സംസ്കൃത ഭാഷയിൽ രാമായണം രചിച്ചു. ഇനിയും രാമായണത്തെ കുറിച്ച് രാമായണം എഴുതി. ഇനി അധ്യാത്മ രാമായണം കിളിപ്പാട്ടാണ് നമ്മളിവിടെ പഠിക്കുന്നത്. അതിനൊപ്പം വാൽമീകി രാമായണത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളും കൂടെ നമ്മൾ പറയും. രണ്ടും കൂടെ ചേർത്ത് നമുക്ക് പഠിക്കാം. ഇനി കോസല രാജ്യം. ദശരഥ മഹാരാജാവ് സൂര്യവംശത്തിലാണ് ജനിച്ചത്. ശ്രീരാമചന്ദ്ര പ്രഭുവും ഒക്കെ ജനിച്ചത് ഏത് വംശത്തിലാണ്?
സൂര്യവംശ രാജാക്കന്മാരുടെ ചരിതമാണ് രാമായണം പറയുന്നത്. അവരെ ഇക്ഷ്വാകു എന്ന് പറഞ്ഞ ഒരു രാജാവുണ്ട്, വളരെ പ്രസിദ്ധനായ രാജാവാണ്. അതുകൊണ്ട് ഈ ശ്രീരാമചന്ദ്ര പ്രഭുവിന്റെ അല്ലെ ദശരഥന്റെ വംശം ഏതാണെന്ന് ചോദിക്കുമ്പം ഇക്ഷ്വാകു വംശം എന്നും പറയുന്നുണ്ട്. അതുപോലെ വേറൊരു പ്രബലനായ രാജാവായിരുന്നു രഘു, അതുകൊണ്ട് രഘുവംശം എന്നും പറയും. അപ്പം ദശരഥ മഹാരാജാവ് സൂര്യവംശത്തിലാണ്. സൂര്യവംശത്തിന്റെ മറ്റു പേരുകള് ഇക്ഷ്വാകു വംശം, രഘുവംശം. പേര് വരാനുണ്ടായ കാരണം നമുക്കറിയാമല്ലോ. രണ്ട് പ്രസിദ്ധരായ രാജാക്കന്മാരുടെ ചക്രവർത്തിമാരുടെ പേരിലും അറിയപ്പെടുന്നുണ്ട്. സൂര്യവംശം, രഘുവംശം, ഇക്ഷ്വാകു വംശം. സൂര്യവംശത്തിലെ ചക്രവർത്തിയായിരുന്നു അംബരീഷനുണ്ട്, ത്രിശങ്കുണ്ട്, സഗരൻ, ഭാഗീരഥൻ, ദിലീപൻ, ഖട്വാങ്കൻ, ഇങ്ങനെ അജൻ എന്ന് പറഞ്ഞ ചക്രവർത്തിയുടെ മകനാണ് ദശരഥ മഹാരാജാവ്, അജ ചക്രവർത്തി. അപ്പൊ ദശരഥൻ എന്ന് പറഞ്ഞ ചക്രവർത്തിയുടെ അച്ഛന്റെ പേര് അജൻ. ദശരഥന്റെ രാജ്യം കോസല രാജ്യം. ദശരഥ മഹാരാജാവിന്റെ രാജ്യം കോസല രാജ്യത്തെ രാജാവായിരുന്നു ദശരഥ മഹാരാജാവ്. ദശരഥ മഹാരാജാവിന്റെ കോസല രാജ്യത്തിന്റെ തലസ്ഥാനം അയോധ്യ. കോസല രാജ്യത്തിന്റെ തലസ്ഥാനം അയോധ്യ. ഈ അയോധ്യയിലായിരുന്നു ദശരഥ മഹാരാജാവിന്റെ രാജകൊട്ടാരമൊക്കെ. അവിടെ അദ്ദേഹം ഭരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹം ആദ്യം ഒരു വിവാഹം ചെയ്തു. ആരെയാണ്? കൗസല്യാദേവിയെ. പക്ഷേ കൗസല്യാദേവിയെ വിവാഹം കഴിച്ചെങ്കിലും കുഞ്ഞുങ്ങളൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് അടുത്ത ഒരു വിവാഹം കൂടെ കഴിച്ചു, സുമിത്രാദേവി. രണ്ടാമത് വിവാഹം കഴിച്ചത് സുമിത്രാദേവി. എന്നിട്ടും മക്കൾ ഉണ്ടാകാത്തത് കൊണ്ട് മൂന്നാമത് ഒരു വിവാഹം കഴിച്ചു, കൈകേയി. ഇങ്ങനെ 3 ഭാര്യമാർ ദശരഥ മഹാരാജാവിനുണ്ടായിരുന്നു. സൂര്യവംശ രാജാവായിരുന്ന കോസല രാജ്യത്തെ രാജാവ് ദശരഥന് 3 ഭാര്യമാർ, കൗസല്യ, സുമിത്ര, കൈകേയി. ഈ 3 ഭാര്യമാരുണ്ടായിട്ടും അദ്ദേഹത്തിന് മക്കളുണ്ടായില്ല. പുത്രന്മാരില്ലാത്തപ്പോ അദ്ദേഹത്തിന് ഭയങ്കര വിഷമമായി. തന്റെ ഈ ഇക്ഷ്വാകു വംശം, ഈ രഘുവംശം വളരെ പ്രസിദ്ധമായ ഒരു വംശമാണ് സൂര്യവംശം. ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ കുഞ്ഞുങ്ങളില്ലല്ലോ എന്നുള്ള വിഷമം വെച്ചിട്ട് ഈ രാജ്യത്ത് ഈ കുലത്തിന്റെ ഗുരുവായിരുന്നു വസിഷ്ഠ മഹർഷി. കുലഗുരു വസിഷ്ഠ മഹർഷി. വസിഷ്ഠ മഹർഷിയോട് അപ്പൊ ഇന്നിപ്പം മന്ത്രിമാർക്കൊക്കെ പേഴ്സണൽ അസിസ്റ്റന്റുമാരും ഉപദേശക സമിതിയും ഒക്കെ ഉണ്ടല്ലോ, അതുപോലെ പണ്ട് രാജാക്കന്മാർക്കും ഉപദേശക സമിതി ഉണ്ട്. അത് മഹർഷിമാരായിരുന്നു. ഈ ദശരഥ മഹാരാജാവിന് 8 മന്ത്രിമാരുണ്ടായിരുന്നു, പ്രധാനപ്പെട്ടത്. അതിൽ പ്രധാനിയായിരുന്നു വസിഷ്ഠ മഹർഷി, കുലഗുരുവായിരുന്നു. അങ്ങനെ കുലഗുരുവായ വസിഷ്ഠ മഹർഷിയോട് ചോദിക്കുന്നു, ഈ മക്കൾ ഉണ്ടാവാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? പുത്രരില്ലാത്ത ദുഃഖം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പൊ വസിഷ്ഠ മഹർഷി എല്ലാം, അന്നത്തെ ഉപദേശകരെന്ന് പറഞ്ഞാല് നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞു മഹർഷിമാരുടെ കാര്യങ്ങള്, ഭാരതത്തിലെ ഋഷീശ്വരന്മാരുടെ കഥകൾ നമ്മൾ പറഞ്ഞു, അവരുടെ കണ്ടുപിടുത്തങ്ങളെ കുറിച്ച് നമ്മൾ വളരെ വിശദമായിട്ട് പറഞ്ഞു. അപ്പൊ അത്രയ്ക്ക് അറിവുള്ളവരായിരുന്നു ഋഷീശ്വരന്മാർ. അതുകൊണ്ട് വസിഷ്ഠ മഹർഷി പറഞ്ഞു, അങ്ങൊന്നും വിഷമിക്കണ്ട, അങ്ങക്ക് മക്കളൊക്കെ ഉണ്ടാവും. ആദ്യം നമുക്കൊരു അശ്വമേധയാഗം നടത്താം എന്ന് പറഞ്ഞു. ആദ്യം നടത്തുന്നത് അശ്വമേധയാഗം നടത്താം. അശ്വമേധയാഗം നടത്തുന്നതിന് വേണ്ടി വൈഭാണ്ഡക മുനിയെ ക്ഷണിച്ചു വരുത്താം. എന്നിട്ട് സരയൂ നദിയുടെ തീരത്ത് അശ്വമേധയാഗത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ കുലഗുരുവായ വസിഷ്ഠന്റെ നിർദ്ദേശപ്രകാരം ദശരഥ മഹാരാജാവ് സരയൂ നദിയുടെ തീരത്ത് അശ്വമേധയാഗം വൈഭാണ്ഡക മുനിയെ ക്ഷണിച്ചു വരുത്തി നടത്തി. അങ്ങനെ അശ്വമേധം കഴിഞ്ഞപ്പോ, അശ്വമേധം എന്ന് പറഞ്ഞാൽ ഒരു കുതിരയെ കെട്ടഴിച്ച് വലിയൊരു യാഗം നടത്തും. ആ യാഗമധ്യത്തില് ഒരു കുതിരയെ കെട്ടഴിച്ചു വിടും.
ആ കുതിര ആ രാജ്യം മുഴുക്കെ സഞ്ചരിക്കും. അപ്പൊ ആ കുതിരയെ എവിടെങ്കിലും ആരെങ്കിലും പിടിച്ചു കെട്ടുവാണെങ്കിൽ ആ രാജ്യക്കാരുമായിട്ട് യുദ്ധം ചെയ്തിട്ട് തിരിച്ച് ആ രാജ്യത്തെ കൂടെ തോൽപ്പിച്ച് തന്റെ രാജ്യവിസ്തൃതി കൂട്ടും. ഇവിടെ ദശരഥ മഹാരാജാവ് വിട്ട അശ്വത്ഥയെ ആരും തടഞ്ഞു നിർത്താത്തത് കൊണ്ട് അദ്ദേഹത്തിന്റെ യാഗം വളരെ ഭംഗിയായിട്ട് കഴിഞ്ഞു. അപ്പം ആ യാഗമൊക്കെ കഴിഞ്ഞ് ഇനി നടത്തുന്നത് പുത്രകാമേഷ്ടി യാഗമാണ്. അപ്പൊ അശ്വമേധ യാഗം കഴിഞ്ഞ് അടുത്തത് പുത്രകാമേഷ്ടി യാഗം. അപ്പൊ ആ പേരിൽ തന്നെയുണ്ട് പുത്രകാമേഷ്ടി എന്ന് പറഞ്ഞാൽ പുത്രനെ ആഗ്രഹിച്ചുകൊണ്ടുള്ളത്. ഇത് നമ്മുടെ കർമ്മങ്ങള് 3 തരത്തിലുണ്ട്. നമ്മുടെ കർത്തവ്യം നിമിത്ത മാത്രമായിട്ട് ചെയ്യേണ്ടത്, നിത്യ നൈമിത്തിക കാമ്യ കർമ്മങ്ങൾ. ഇങ്ങനെ 3 തരം കർമ്മങ്ങളാണുള്ളത്. നിത്യകർമ്മങ്ങൾ, ദിവസവും ചെയ്യേണ്ട കർമ്മങ്ങൾ, അത് നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതൊക്കെ നിത്യകർമ്മങ്ങളാണ്. നമ്മളിപ്പോ ബ്രാഹ്മ മുഹൂർത്തെ ഉത്തിഷ്ഠ എന്ന് തുടങ്ങി നമ്മൾ പറഞ്ഞില്ലയോ, അതെല്ലാം നിത്യകർമ്മങ്ങളാണ്. നൈമിത്യ കർമ്മങ്ങൾ ചില വിശേഷ അവസരങ്ങളിൽ നമ്മൾ വ്രതം അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളൊക്കെ എല്ലാ ദിവസവും എടുക്കാറില്ല, ചില ദിവസങ്ങളിൽ നിമിത്ത മാത്രമായിട്ട് എടുക്കുന്നത് നൈമിത്യ കർമ്മങ്ങൾ. പിന്നെ കാമ്യ കർമ്മങ്ങൾ, ഏതെങ്കിലും ഒരു ആഗ്രഹം സാധിക്കുന്നതിന് വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങൾ. കാര്യസിദ്ധി പൂജ എന്നൊക്കെ ഇപ്പം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അങ്ങനെ ചെയ്യുന്നത് കാമ്യകർമ്മം. ഇവിടെ പുത്രകാമേഷ്ടി യാഗം, പുത്രനുണ്ടാവാൻ വേണ്ടി അതിനുവേണ്ടി നടത്തുന്ന യാഗം ഒരു കാമ്യകർമ്മമാണ് നടത്താൻ വസിഷ്ഠ മഹർഷി ദശരഥനോട് പറയുന്നു. അങ്ങനെ വസിഷ്ഠ മഹർഷിയുടെ നിർദ്ദേശപ്രകാരം ദശരഥ മഹാരാജാവ് ആരെ സംസാരിക്കും? ഋഷ്യശൃംഗൻ. അപ്പം പുത്രകാമേഷ്ടി യാഗം ഋഷ്യശൃംഗനാൽ നടത്തപ്പെടുകയാണ്. അശ്വമേധയാഗം നടത്തിയത് വൈഭാണ്ഡക മുനിയാണ്. അത് കഴിഞ്ഞ് പുത്രരുണ്ടാവാൻ വേണ്ടി പുത്രകാമേഷ്ടി യാഗമാണ് നടത്തുന്നത്. അത് നടത്തുന്നത് ഋഷ്യശൃംഗ മഹർഷിയാണ്. അങ്ങനെ ഋഷ്യശൃംഗ മഹർഷിയാൽ പുത്രകാമേഷ്ടി യാഗം നടത്തുന്നു. ആ പുത്രകാമേഷ്ടി യാഗം നടത്തുമ്പോൾ യാഗാഗ്നിയിൽ നിന്ന് അഗ്നിദേവൻ സ്വർണം കൊണ്ടുണ്ടാക്കിയ ഒരു പാത്രത്തിൽ പായസവുമായി വന്ന് ദശരഥ മഹാരാജാവിന് കൊടുക്കുന്നു. അപ്പം പുത്രകാമേഷ്ടി യാഗത്തിൽ നിന്ന് വന്നത് ആരാണ്? അഗ്നിദേവൻ. എന്താണ് കൊണ്ടുവന്നത്? സ്വർണപാത്രത്തിൽ പായസമാണ് കൊണ്ടുവന്നത്. അങ്ങനെ ആ പായസം കൊണ്ടുവന്ന് ആർക്ക് കൊടുത്തു? ദശരഥ മഹാരാജാവ്. ദശരഥ മഹാരാജാവ് ഈ പായസത്തിന്റെ പകുതി എടുത്ത് ആദ്യത്തെ ഭാര്യയായ കൗസല്യാദേവിക്ക് കൊടുക്കുന്നു. അടുത്ത ഭാഗം, അപ്പൊ പകുതി എടുത്താൽ പിന്നെ എത്ര ഉണ്ട്? പകുതി. ആ പകുതി എടുത്ത് കൈകേയിക്കും കൊടുക്കുന്നു. ഇനി ഒരു ഭാര്യയും കൂടെ ഉണ്ടല്ലോ, സുമിത്ര. സുമിത്രയ്ക്ക് കൊടുക്കാൻ ഇനി പായസമുണ്ടോ? ഇല്ല. അപ്പൊ എന്ത് ചെയ്തു? കൗസല്യാദേവി കൗസല്യക്ക് കിട്ടിയ പായസത്തിന്റെ പകുതി സുമിത്രയ്ക്ക് കൊടുത്തു. ഇത് കണ്ട് കൈകേയിയും തനിക്ക് കിട്ടിയ പായസത്തിന്റെ പകുതി സുമിത്രയ്ക്ക് കൊടുത്തു. അങ്ങനെ സുമിത്രയ്ക്ക് 2 ഭാഗം കിട്ടി, കൗസല്യക്കും കൈകേയിക്കും ഓരോ ഭാഗവും കിട്ടി. അങ്ങനെ അവർക്ക് കാലം കഴിഞ്ഞ് അവർക്ക് ഗർഭചിഹ്നങ്ങളെല്ലാം ഉണ്ടായി. അങ്ങനെ 4 കുഞ്ഞുങ്ങളെ അവര് പ്രസവിച്ചു. കൗസല്യാദേവിക്കുണ്ടായ പുത്രൻ അറിയാമോ? കൗസല്യാദേവിക്ക് ശ്രീരാമചന്ദ്ര പ്രഭുവാണ് മകനായി പിറക്കുന്നത്. ഭഗവാൻ മഹാവിഷ്ണു തന്നെ ശ്രീരാമചന്ദ്രനായി പുണർതം നക്ഷത്രത്തിൽ ജനിക്കുന്നു. കൈകേയിക്ക് ഉണ്ടായ പുത്രന്റെ പേര് ഭരതൻ. പൂയം നാളില് സുമിത്രയ്ക്ക് 2 പേരുടെയും പായസം കിട്ടിയത് കൊണ്ട് 2 പുത്രരുണ്ടായി. എന്താണ് പേര്? ലക്ഷ്മണൻ, ശത്രുഘ്നൻ. ആയില്യം നാളിൽ ലക്ഷ്മണനും ശത്രുഘ്നനും ഉണ്ടായി. എല്ലാവരും സന്തോഷമായിട്ട് അയോധ്യയിലെ മക്കളും ഒക്കെയായി സന്തോഷമായിട്ട് കഴിയുകയാണ്. സമയം
ഇനിയും അതവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് അധ്യാത്മ രാമായണത്തെ കുറിച്ച് പറയാം. അധ്യാത്മ രാമായണം കിളിപ്പാട്ട് എഴുതിയത് ആരാണ്? തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ്. 24,000 ശ്ലോകങ്ങളുള്ള വാൽമീകി രാമായണത്തിന്റെ ചുരുക്കം കുറച്ച് വ്യത്യാസങ്ങളൊക്കെ പെടുത്തി എഴുതിയപ്പോഴ് ഇത് 4,000 ശ്ലോകങ്ങളേ ഉള്ളൂ. 4,000 ശ്ലോകങ്ങൾ മാത്രമേ ഉള്ളൂ അധ്യാത്മ രാമായണം കിളിപ്പാട്ടില്. ആറല്ലേ ചേച്ചി? എന്തോ 6,000 അല്ലയോ 4,000? ചുരുക്കിയത്? 4,000 ചുരുക്കിയത് 4,000. പിന്നീട് ഭൂമി ഇനി ഒരു കഥയും കൂടെ ഉണ്ട്. ഇങ്ങനെ ഭഗവാൻ ജനിക്കാനുണ്ടായ ഒരു സാഹചര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ പര്യവസാനിപ്പിക്കാം. ഇവിടെ രാവണൻ എന്ന് പറഞ്ഞ രാക്ഷസൻ, രാവണനും അതുപോലെ കുറെ രാക്ഷസന്മാരും, രാവണൻ ആയിരുന്നു തലവൻ, അങ്ങനെ കുറെ രാക്ഷസന്മാരും ഇവിടെ അവരുടെ ഉഗ്രപ്രതാപം, ബ്രഹ്മാവിനെ തപസ് ചെയ്ത് വലിയ വരങ്ങളൊക്കെ നേടി മനുഷ്യനാലല്ലാതെ മറ്റാരും ഉണ്ടാവുകയില്ല എന്ന വരം വാങ്ങിച്ച് അതിന്റെ അഹങ്കാരത്തില് 3 ലോകങ്ങളും പിടിച്ചടക്കി. അങ്ങനെ കഷ്ടപ്പെട്ടു. ഈ രാക്ഷസന്മാരുടെ ഭാരമൊക്കെ സഹിക്കാൻ വയ്യാതെ, അതായത് ദുഷ്ടരായി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? നമ്മുടെ വീട്ടിൽ തന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടായി കഴിഞ്ഞാൽ അവിടെ ആകെപ്പാടെ ഒരു പ്രശ്നമാണ്. അതേസമയം സന്തോഷമായിട്ടിരുന്നാലോ, സ്നേഹമായിട്ടിരുന്നാലോ വളരെ സന്തോഷമായിരിക്കും. എന്ന് പറഞ്ഞ പോലെ ഈ ഭൂമിയിൽ ഈ രാക്ഷസന്മാരുടെ ദുഷ്ടപ്രവൃത്തികൾ കാരണം ഭൂമി ദേവിക്ക് ഭാരം സഹിക്കാൻ വയ്യാതെ വന്ന് ഭൂമി ദേവി ഈ പരിദേവനം, എനിക്ക് ഈ ഭാരം സഹിക്കാൻ വയ്യ എന്നുള്ളതും വളരെ ബദ്ധപ്പാടാണെന്നുള്ള കാര്യവും ബ്രഹ്മാവിനോട് ചെന്ന് പറയുന്നു. അപ്പം ബ്രഹ്മാവ് പറഞ്ഞു, ബ്രഹ്മാവിനെ തപസ് ചെയ്താണല്ലോ രാവണൻ ഈ വരങ്ങളൊക്കെ മേടിച്ചേക്കുന്നത്, ഇനിയും ബ്രഹ്മാവിന് വല്ലതും ചെയ്യാൻ പറ്റുമോ? അതുകൊണ്ട് നമുക്ക് പോയി കൈലാസത്തിൽ പോകാമെന്ന് പറഞ്ഞു. കൈലാസത്തിൽ ചെന്നപ്പം അവിടെ ആരാ ഇരിക്കുന്നത്? കൈലാസത്തിൽ ആരുടെ സ്ഥലമാ കൈലാസം? മഹാദേവന്റെ സ്ഥലം. അവിടെ ചെന്ന് പറഞ്ഞപ്പോ അവിടെ ഒരു വലിയ കഥയുണ്ട്. പോകെ ആ കഥ പറയാം, ഇന്ന് പറയാൻ സമയം അങ്ങ് പോകും. അവിടെ കാരണം ഒരിക്കൽ കൈലാസാധിപതിയുമായി രാവണൻ വഴക്കിന് ചെന്നിട്ടും, അതായത് ഭയങ്കര ശക്തിമാനായി ബ്രഹ്മാവിന്റെ വരം കൊണ്ട് ഭയങ്കര ശക്തിമാനായ രാവണൻ ഒരിക്കല് അഹങ്കാരം കൊണ്ട് കൈലാസം എന്ന് പറയുന്ന അചലം, വലിയ മല, അത് പൊക്കിയെടുത്ത് അമ്മാനമാടാം എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ പോയി കാര്യത്തിന്റെ താഴേന്ന് പൊക്കിയെടുക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോ ശിവൻ എന്ത് ചെയ്തു? തന്റെ പെരുവിരലൊന്ന് അമർത്തി. അപ്പം ഈ രാവണന്റെ 20 കൈകളും ഈ കൈലാസ അചലത്തിന്റെ അടിയിലായിപ്പോയി, ഞെങ്ങി ഞെരുങ്ങിപ്പോയി. അവിടെ നിന്നുകൊണ്ട് പിന്നെ എന്തൊക്കെ ശ്രമിച്ചിട്ടും രക്ഷപ്പെടാതെ ഭഗവാൻ മഹാദേവനെ തന്നെ ആശ്രയിച്ചപ്പോ സന്തുഷ്ടനായ ഭഗവാൻ കാലൊന്ന് ആ പെരുവിരലൊന്ന് പൊക്കി കൊടുക്കുകയും അങ്ങനെ ഈ രാവണൻ രക്ഷപ്പെടുകയും ചെയ്തു. അപ്പൊ അത്രയും നാള് മഹാദേവനെ പ്രകീർത്തിച്ച് സ്തോത്രങ്ങള് സ്തുതികള് ഒക്കെ ചൊല്ലി ധ്യാനനിരതനായി തപസ് ചെയ്തുകൊണ്ട് സന്തുഷ്ടനായ മഹാദേവൻ രാവണനെ അനുഗ്രഹിച്ചതാണ്. അപ്പൊ ചന്ദ്രഹാസം എന്ന വാളൊക്കെ കൊടുത്ത് അനുഗ്രഹിച്ചതാണ്. അപ്പൊ ഇനിയിപ്പം മഹാദേവനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അവരെല്ലാവരും കൂടെ പിന്നെ ഈ ഭൂമി ദേവി എല്ലാവരും കൂടെ എവിടെ ചെന്നു? മഹാവിഷ്ണുവിന്റെ പാലാഴിയിലേക്ക് ചെല്ലുകയാണ്. അവിടെ ചെന്ന് ആരെയാണ് പാലാഴിയിൽ ആരാണുള്ളത്? പാലാഴിവാസൻ ആരാണ്? മഹാവിഷ്ണു. അപ്പൊ എല്ലാവരും കൂടെ പാലാഴിയിലേക്ക് ചെല്ലുകയാണ്. അവിടെ ചെന്ന് മഹാവിഷ്ണുവിനോട് സങ്കടങ്ങൾ പറയും. അപ്പൊ ഭഗവാൻ പറയും, ശരി, ഞാൻ ഭൂമിയിൽ വന്ന് മനുഷ്യനായി അവതരിച്ച് ഞാൻ ഈ രാവണന്റെ ശ്രീരാമചന്ദ്രപ്രഭുവായി ശ്രീരാമനായി അവതരിച്ച് ഈ രാവണന്റെ ദുഷ്ടതകളൊക്കെ തീർക്കാൻ വേണ്ടി രാക്ഷസ വംശത്തെ നശിപ്പിച്ചു കൊള്ളാം, നിങ്ങൾ സമാധാനമായിട്ടിരിക്കാൻ പറയുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഭൂമി ദേവി നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്, തനിക്ക് സങ്കടം വരുമ്പോ ഏത് രൂപത്തിലാ പോകുന്നത്? ഇവിടെ ഇപ്പൊ പറഞ്ഞല്ലോ, ഏത് രൂപത്തിലാ ബ്രഹ്മാവിന്റെ അടുത്ത് പോയത്? ഗോരൂപത്തിൽ, പശുവിന്റെ രൂപത്തിലാണ് പോയത്. അപ്പൊ പശുവിനുള്ള പ്രത്യേകത എന്തുവാ? പശു നമുക്ക്
പാല് തരുന്നു, അല്ലേ? നമുക്ക് വേണ്ടതൊക്കെ തരുന്നതാണ് ഭൂമിദേവി. പശുവിനെ പോലെ തന്നെ ഭൂമിദേവിയും നമുക്ക് വേണ്ടതൊക്കെ തരുന്നതാണ്. നമ്മളെ ഒരു ഗ്രാവിറ്റേഷൻ പവർ ഉപയോഗിച്ച് നമ്മളിവിടെ നിൽക്കാൻ പറ്റുന്നത്, സുനിത വില്യംസ് ഒക്കെ അന്തരീക്ഷത്തിൽ കിടന്ന് കറങ്ങുന്നത് നമ്മൾ കണ്ടില്ലയോ? നമ്മൾ അങ്ങനെ കിടന്ന് കറങ്ങുവാണോ? അല്ല. ഭൂമിദേവിയുടെ ഗുരുത്വാകർഷണ ബലം മൂലം നമ്മളിവിടെ ചവിട്ടി നിൽക്കാൻ സാധിക്കുന്നുണ്ട്. അത് ഭൂമിദേവിയുടെ അനുഗ്രഹം. അതുപോലെ നമുക്ക് കഴിക്കാനുള്ള ഭക്ഷണം കിട്ടുന്നത് എവിടുന്നാ? ഈ ഭൂമിയിൽ നിന്ന് തന്നെ, ഇല്ലയോ? കൃഷികളൊക്കെ ചെയ്ത് ഭൂമിദേവിയിലോട്ട് അവിടോട്ടൊരു വിത്തിട്ടിട്ട് കിളിച്ചില്ലെങ്കിൽ നമുക്ക് ഭക്ഷണം ഉണ്ടോ? ഇല്ല. അതുപോലെ നമുക്ക് ശ്വസിക്കാനുള്ള വായു ഇവിടെ ഉണ്ട്, നമുക്ക് കുടിക്കാനുള്ള ജലം ഇവിടെ ഉണ്ട്, എല്ലാം ഈ ഭൂമി തരുന്നുണ്ട്. ഇതുപോലെ അതുകൊണ്ടാണ് ഭൂമിദേവി എപ്പോഴും സങ്കടങ്ങൾ വരുമ്പം ഗോരൂപത്തിലാണ് ചെല്ലുന്നത്, സങ്കടം പറയാൻ. അങ്ങനെ ഗോരൂപത്തിൽ ചെന്ന് സങ്കടം പറഞ്ഞു. അതും നമുക്ക് ശ്രദ്ധിക്കാം. സൃഷ്ടി കർമ്മ ചെയ്യുന്നത് നമ്മൾ ആദ്യം പറഞ്ഞു 3 ഗുണങ്ങളെ കുറിച്ച് ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. സാത്വിക ഗുണം, രജോ ഗുണം, തമോ ഗുണം. ഇത് 3ഉം നമ്മൾ എവിടാണ് അവസാനം ചെന്ന് ചേരേണ്ടത്? നമ്മുടെ രജോ ഗുണവും തമോ ഗുണവും ഒക്കെ മാറ്റി നമ്മൾ എവിടെ ചെല്ലണം? നമ്മുടെ ഏത് സ്വഭാവം എങ്ങനെയാക്കണം? സാത്വിക ഗുണത്തിലാക്കണം. ഇവിടെ ബ്രഹ്മാവാണ് രജോ ഗുണം. രജോ ഗുണം എന്ന് പറയുമ്പോൾ എപ്പോഴും പ്രവൃത്തി ചെയ്യാനുള്ള ഒരു ആഗ്രഹം. പ്രവൃത്തി ചെയ്യണം, പ്രവൃത്തി ചെയ്യാൻ നമുക്ക് ജീവിക്കാൻ പറ്റുകയില്ല. പക്ഷെ എപ്പോഴും പ്രവൃത്തി തന്നെ വേണ്ട. പിന്നെ തമോ ഗുണം, അലസത, ഉറക്കം, മയക്കം, ഇങ്ങനൊക്കെ പിടിച്ചിരിക്കുന്നത്. അത് നല്ലതാണോ? പഠിക്കാൻ പുസ്തകം എടുത്തു വെച്ചിട്ട് അലസത, ഇന്ന് വേണ്ട നാളെ പഠിക്കാം എന്ന് തീരുമാനിക്കുന്നത് ശരിയാണോ? ശരിയാണോ? ആരെങ്കിലും പറഞ്ഞേ. എപ്പോഴും അങ്ങ് ഉറങ്ങിയാൽ കൊള്ളാം, അല്ലെ കുറച്ചു നേരം വെറുതെ ഇങ്ങനെ മൊബൈൽ നോക്കി ഇരുന്ന് കൊള്ളാം. ഇതൊക്കെ അലസതയുടെ ലക്ഷണമാണ്. ഇതൊക്കെ തമോ ഗുണമാണ്. ഇതിനെയൊക്കെ മാറ്റണം. ഇവിടെ തമോ ഗുണത്തിന്റെ ദേവനാണ് മഹാദേവൻ. അപ്പം ഈ രജോ ഗുണത്തിനോ തമോ ഗുണത്തിനോ ഒരാളെ നല്ല നിലയിലേക്ക് എത്തിക്കാൻ പറ്റില്ല. പിന്നെ ഏതിനാണ് പറ്റുന്നത്? സാത്വിക ഗുണത്തിനേ പറ്റുകയുള്ളൂ. അതാണ് ഭൂമിദേവി ഗോരൂപം പ്രാപിച്ച് പശുവിന്റെ രൂപത്തില് ബ്രഹ്മാവിനെയും മഹാദേവനെയും സമീപിച്ചിട്ട് പിന്നെ ഇവിടെ പോയി മഹാവിഷ്ണുവിനെ എൻ്റെ അടുത്തെത്തി കാര്യം ഉണർത്തിച്ചു, പരിഹാരം നിർദ്ദേശിച്ചു. നമ്മുടെ സമയം ഏതാണ്ട് എത്തിയിരിക്കുകയാണ്. ഒരു കാര്യം കൂടെ പറയാനുണ്ടായിരുന്നു. ദശരഥ മഹാരാജാവിന്റെ പ്രധാന മന്ത്രി ആരാണ്? സുമന്ത്രർ. എല്ലാ കാര്യവും സുമന്ത്രൻ എന്നാ പറയുന്നത്. സുമന്ത്രൻ, നന്നായി മന്ത്രിക്കുന്ന ആൾ, നല്ല ഉപദേശങ്ങൾ കൊടുക്കുന്ന ആള്. നമുക്ക് തരുന്ന ഉപദേശങ്ങള് നല്ലതല്ലെങ്കിൽ എന്തു പറ്റും? നമുക്ക് നമ്മുടെ ജീവിതം തന്നെ വഴിതെറ്റിപ്പോകും. ഇവിടെ ദശരഥന് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ആളായിരുന്നു മന്ത്രിയായ സുമന്ത്രർ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്. അതുപോലെ പാലാഴിയിലെത്തിയ ഭൂമിദേവിയും മറ്റ് ദേവന്മാരും ഭഗവാനെ സ്തുതിക്കുന്നുണ്ട്. സ്തുതിച്ചതിന് ശേഷം നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞു, ആദ്യം വന്ദനം, ഗുരുവന്ദനം മുതല് നമ്മൾ തുടങ്ങിയിട്ട ക്ലാസ് തുടങ്ങി. അതുപോലെ ഏത് പ്രവൃത്തി ചെയ്യുന്നതിന് മുമ്പും ഈശ്വര സ്മരണയോടെ ചെയ്യണം. അതാണ് ഇവിടെ ഗുരുവന്ദനത്തോടുകൂടിയൊക്കെ നമ്മുടെ കാര്യങ്ങൾ ചെയ്യുന്നത്. ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇവിടെ പാലാഴിയിലെത്തിയ ദേവന്മാര് പുരുഷ സൂക്തം ജപിച്ചാണ് ഭഗവാനെ സ്തുതിച്ചത്. ഏത് മന്ത്രം ജപിച്ചാണ് സ്തുതിച്ചത്? പുരുഷ സൂക്തം. ആരുടെ ഉപദ്രവം കാരണമാണ് ഭൂമിദേവിക്ക് ഭാരം സഹിക്കാനൊക്കാതെ പോയതെന്നാ പറഞ്ഞത്? ആരുടെയാണ്? ആരുടെ ഉപദ്രവം കാരണമായിരുന്നു? ആര് കാരണമാണ് ഭൂമിദേവിക്ക് ഭാരം അനുഭവപ്പെട്ടത്? രാക്ഷസനും രാവണന്മാരുടെയും. അതെ, രാവണൻ തുടങ്ങിയ കുറേ രാക്ഷസന്മാരുടെ. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്താം. 9 മണിയായി. ബാക്കി ഇന്ന് പറഞ്ഞ ഭാഗത്തെ കഥകളെല്ലാം നിങ്ങൾ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളെ സമയം പോലെ വീണ്ടും ഇത് ഒന്നുകൂടെ കേട്ടിട്ട് ഇതിൽ നിന്ന് നിങ്ങൾ തന്നെ കഴിഞ്ഞ പ്രാവശ്യം
ആദ്യത്തെ ക്ലാസ് ആയിരുന്നുകൊണ്ട് ഞാൻ തന്നെയാണ് ചോദ്യം ഇട്ടത്, ഞാൻ തന്നെ ഉത്തരവും എഴുതി. രണ്ടാമത്തെ ക്ലാസ്സിൽ, ഇന്നത്തെ വീഡിയോ റെക്കോർഡ് ചെയ്തത് നമ്മുടെ ബാലശങ്കരത്തിൽ ഇടുമ്പോൾ നിങ്ങൾ തന്നെ അത് കേട്ടിട്ട് ചോദ്യമുണ്ടാക്കുക, ഉത്തരമുണ്ടാക്കുക. എന്നിട്ട് അടുത്ത ക്ലാസ്സിൽ പെട്ടെന്ന് ഓരോരുത്തർക്കും ഞാൻ ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരം പറയണം. ഓക്കെ? കഴിഞ്ഞ ക്ലാസ്സിലെ ചോദ്യത്തിന് ഉത്തരം പറയാമോ? 12 ചോദ്യങ്ങൾ ഇട്ടത് ചോദിക്കട്ടെ. എളുപ്പെളുപ്പം ഉത്തരം പറയാമല്ലോ. ആദികാവ്യം കുഞ്ഞുങ്ങൾ മാത്രം പറയണം. ആദികാവ്യം രാമായണം. വെരി ഗുഡ്. ആദികവി ആദി വെരി ഗുഡ്, വെരി ഗുഡ്. മലയാളത്തിലുള്ള രാമായണത്തിന്റെ പേര്? അധ്യാത്മ രാമായണം. വെരി ഗുഡ്. ഇത് എഴുതിയത് ആരാണ്? വാൽമീകി. അധ്യാത്മ രാമായണം കിളിപ്പാട്ട് എഴുതിയത്? എഴുത്തച്ഛൻ. വെരി ഗുഡ്. തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. രാമായണം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? രാമായണം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? പറയാമോ? രാമായണം. രാം പറഞ്ഞാൽ ഇരുട്ട്, അറിവില്ലായ്മ, അജ്ഞാനം. അത് മായണം. പിന്നെ വേറൊരർത്ഥം കൂടെ, രാമന്റെ അയനം. അയനം എന്നാൽ യാത്ര. രാമന്റെ യാത്ര. രാമൻ ബാലകാണ്ഡത്തിൽ കൂടി ഉത്തരകാണ്ഡത്തിൽ എത്തുന്നത് വരെയുള്ള ഒരു യാത്രയാണ്. അടുത്തത്, സനാതന ധർമ്മശാസ്ത്രത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥം എന്താണ്? ഏതാണ്? സനാതന ധർമ്മശാസ്ത്രത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥം പറഞ്ഞ് ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞതാ, ഒന്നാമത്തെ ക്ലാസ്സിൽ പറഞ്ഞത്. ഒരു ക്ലൂ കൂടെ തരാം. വ്യാസൻ എന്ന മഹർഷിയുടെ പേരിന്റെ ആദ്യ അക്ഷരം, 2 വാക്ക്. വേദവ്യാസിയാണോ? വേദം. വേദം. വേദത്തെ 4ആയി തിരിച്ച്, 4 ഡിപ്പാർട്ട്മെന്റുകൾ എന്ന് പറഞ്ഞ പോലെ 4ആയി തിരിച്ചുകൊണ്ടാണ് വ്യാസനെ വേദവ്യാസൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ സനാതന ധർമ്മത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥം എന്തുവാണ്? വേദവ്യാസ. വേദം. 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 അടുത്തത്, വേദസാരമായ ഇതിഹാസങ്ങൾ എത്ര എണ്ണമുണ്ട്? വേദത്തിൽ പറയുന്ന തത്വങ്ങൾ അടങ്ങിയ കഥകളും ചരിത്രങ്ങളും ഒക്കെ എഴുതിയ എത്ര ഗ്രന്ഥങ്ങളുണ്ട്? 4 ആണോ? അല്ല, ഇതിഹാസങ്ങൾ 2. ഇതിഹാസങ്ങൾ എത്ര ഉണ്ട്? 2. ഏതൊക്കെയാണ്? പേരെന്ന് പറയാമോ? രാമായണം. വെരി ഗുഡ്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. രാമായണം ആർക്കാണ് ഉപദേശിക്കുന്നത്? ആരോട് പറയുന്നതായിട്ട് രാമായണം എഴുതിയിരിക്കുന്നത്? നാരദ മഹർഷി. അതെ, രാമായണം രചിക്കാനുണ്ടായ ഒരു സാഹചര്യമാണ്. വാൽമീകിയോട് നാരദ മഹർഷി പറയുന്നു, അങ്ങ് കണ്ടതായ ക്രൗഞ്ചപക്ഷികളുടെ ആ സങ്കടം കണ്ടിട്ട് രാമായണ കാവ്യം രചിക്കാൻ ബ്രഹ്മാവും നാരദനും പറയുന്നതാണ്. അധ്യാത്മ രാമായണം കിളിപ്പാട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അതിലെ ആരോട് പറയുന്നു കഥ? പരമശിവനോട് പാർവതി ദേവി ചോദിക്കുകയാണ്, ആത്മതത്വത്തെ എനിക്ക് അറിയാൻ ആഗ്രഹമുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്, മോൻ ഇല്ലായിരുന്നായിരിക്കും, ഉണ്ടായിരുന്ന ആൾക്കാരുണ്ടല്ലോ. ആത്മതത്വത്തെ എനിക്ക് അറിയാൻ ആഗ്രഹമുണ്ട്, രാമകഥയിലൂടെ അതെനിക്ക് പറഞ്ഞു തരുമോ എന്ന് പാർവതി ദേവി പരമശിവനോട് ചോദിക്കുമ്പോ പരമശിവൻ പാർവതി ദേവിക്ക് ഉപദേശിച്ചു കൊടുക്കുകയാണ് ഉമാ മഹേശ്വര സംവാദം. ഉമാ മഹേശ്വര സംവാദം. മഹാഭാരതത്തിൽ കൃഷ്ണൻ അർജുനൻ ഇതുപോലൊരു ഉപദേശം കൊടുക്കുന്നുണ്ട്. മോനെ എഴുതിയെടുക്കണ്ട, ഇപ്പോഴ് നമുക്ക് ഈ വീഡിയോ ഇട്ടുവരും, അന്നേരം എഴുതിയെടുക്കാം. ഇപ്പൊ അങ്ങ് കേട്ട് മനസ്സിലാക്കാം. കാരണം എഴുതാൻ പോയാൽ നമ്മുടെ മനസ്സിലാക്കത്തില്ല, കേൾക്കത്തേ ഉള്ളൂ, ചെവിയിലാക്കത്തേ ഉള്ളൂ, മനസ്സിലോട്ടാകത്തില്ല. അത് നമുക്കിപ്പൊ ഇതിന്റെ കൂടെ എഴുതണ്ട. ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്, നമുക്ക് വീഡിയോ ഇടാം, അന്നേരം മോൻ കേട്ടിട്ട് എഴുതാം. അപ്പൊ ഇപ്പൊ ഇവിടെ പരമശിവൻ പാർവതിക്ക് ഉപദേശിക്കുന്നതാണ് രാമായണം.
ഇതുപോലെ മഹാഭാരതം എന്ന ഇതിഹാസത്തിൽ ശ്രീകൃഷ്ണ പരമാത്മാവ് അർജുനന് ഉപദേശിക്കുന്ന ഉണ്ട്. എന്തായിരുന്നു? ശ്രീകൃഷ്ണ പരമാത്മാവ് അർജുനന്, നമ്മളെല്ലാം പടം കണ്ടിട്ടില്ലയോ? കുതിരകളെ പൂട്ടിയ രഥത്തിൽ ഇരിക്കുന്ന അർജുനനും രഥം ഓടിക്കുന്ന തേരാളിയായി നിൽക്കുന്ന സാരഥിയായി നിൽക്കുന്ന കൃഷ്ണനും എന്താണ് ഉപദേശിക്കുന്നത്? ഗീതോപദേശം. വളരെ ശരി, വളരെ ശരി, മിടുക്കൻ. ഭഗവത്ഗീതയാണ് അവിടെ ഉപദേശിക്കുന്നത്. ഭഗവത്ഗീത മഹാഭാരതത്തിലെ ഏത് പർവം എന്ന് പറഞ്ഞാൽ അധ്യായം തന്നെ, ഏത് പർവത്തിലാണ്? ഭീഷ്മപർവത്തിൽ. എത്ര അധ്യായങ്ങളുണ്ട് ഭഗവത്ഗീത? 18 ആണോ? 18 അധ്യായങ്ങൾ. വളരെ ശരിയാ മോനെ, വളരെ ശരിയാ, സംശയം ഒന്നും വേണ്ട. 25 മുതൽ 42 വരെയുള്ള 18 അധ്യായങ്ങളിലായിട്ടാണ് ഭഗവത്ഗീത. ഭീഷ്മപർവം. ചേച്ചി ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്, നമ്മൾ പിന്നെ ഓഡിയോ ഇടും, അന്നേരം നമുക്ക് എഴുതാം. അപ്പം നമ്മള് കഴിഞ്ഞ ക്ലാസ് വരെ, ഈ ക്ലാസ്സിലേക്ക് ഞാൻ ശ്രദ്ധിച്ചില്ല, മറന്നുപോയി, രാമായണത്തിലോട്ട് പോയത് കൊണ്ട് കഴിഞ്ഞ ക്ലാസ് വരെയുള്ള എല്ലാ ക്ലാസ്സിലും നമ്മൾ ഭഗവത്ഗീതയിലെ ഓരോ 2 ശ്ലോകങ്ങൾ വീതം ചൊല്ലുന്നുണ്ടായിരുന്നു. നിങ്ങളതൊക്കെ എഴുതിയെടുത്ത് വെച്ച് പഠിച്ചോ? ഇതുവരെയുള്ള ക്ലാസ്സിലേത് ആർക്കെങ്കിലും എഴുതിയെടുത്തിട്ടില്ലെങ്കിൽ ഒന്നുകൂടെ ബാലശങ്കരൻ ഗ്രൂപ്പിൽ പറഞ്ഞാല് ഒരു പ്രാവശ്യം കൂടെ അത് പോസ്റ്റ് ചെയ്യും. ഈ പ്രാവശ്യം പോസ്റ്റ് ചെയ്തെന്ന് വിചാരിച്ച് ഇനി ഒരിക്കലും പോസ്റ്റ് ചെയ്യത്തില്ല. കാരണം വേണ്ടവരൊക്കെ ഇതിനോടൊക്കെ എഴുതിയെടുത്ത് കാണും. ഇനി എഴുതാത്തവരാരാ? തമോ ഗുണം വന്ന് അലസരായിട്ടിരിക്കുന്നവരാ. അതുകൊണ്ട് ആരെങ്കിലും എഴുതാനുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ഇടാം. ഈ 1ാമത്തെ ക്ലാസ് മുതലുള്ളത് വീഡിയോയും ഇടാം, നമ്മൾ നോട്ട് എഴുതിയിട്ടതും തീർച്ചയായിട്ടും ഇടാം. അപ്പൊ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഇന്ന് കായേന വാച ഒരാൾ ചൊല്ലണം, ഒരാള് പൂർണ്ണമിത ചൊല്ലണം. പൂർണ്ണമത ഒരാൾ ചൊല്ലണം, ഒരാൾ കായേന വാച ചൊല്ലണം. നമുക്കിത് മൈക്ക് നമുക്ക് നമ്മുടെ ലീഡർ ജ്യോതിഷ്ജിയുടെ നേർക്ക് കൊടുക്കാം. എല്ലാവർക്കും നന്ദി, നമസ്തേ. എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. അടുത്ത ക്ലാസ്സിലേക്ക് നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ കണ്ടിട്ട് നോട്ട് എഴുതിയെടുത്തിട്ട് ചോദ്യങ്ങളും ഉത്തരങ്ങളുമായിട്ട്, കൊച്ചു കുഞ്ഞുങ്ങളാണെങ്കിൽ അവരെ അമ്മമാരെ സഹായിക്കണം, അതൊക്കെ എഴുതിയെടുത്തിട്ട് പഠിക്കണം. അടുത്ത പ്രാവശ്യവും 15 ചോദ്യം ഉറപ്പായിട്ട് ചോദിക്കും. ശരി, ഓക്കെ, നന്ദി. ജയശങ്കര. ജയശങ്കര, വളരെ സന്തോഷം ഉഷേടത്തി. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്ക് കൂടി മനസ്സിലാകാവുന്ന രീതിയിൽ വളരെ തന്മയത്വമായാണ് ഉഷേടത്തി ഈ ക്ലാസ് അവതരിപ്പിക്കുന്നത്. എനിക്ക് തന്നെ വളരെ അത്ഭുതം തോന്നുന്നു. നമ്മുടെ കുട്ടികൾ എന്താണ്, കൂടുതൽ കുട്ടികൾ ഇന്ന് ഒരു പക്ഷേ ഞാൻ കരുതുന്നത് ഈ പറഞ്ഞതുപോലെ എക്സാമിനേഷനൊക്കെ നടക്കുന്നത് കൊണ്ടായിരിക്കാം. എന്നാൽ കൂടി ഇവിടെ പങ്കെടുക്കുന്ന മേധാവി അടങ്ങിയ കുട്ടികളെല്ലാവരും അവരുടെ മറുപടി കേൾക്കുമ്പോൾ തന്നെ നമുക്കൊക്കെ രോമാഞ്ചം ഉണ്ടാകുകയാണ്. കാരണം നമ്മുടെ വളർന്നു വരുന്ന തലമുറ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് വരുന്നു എന്ന് അറിയുന്നത് തന്നെ നമുക്കൊക്കെ അഭിമാനകരമാണ്. നമ്മുടെ സനാതന ധർമ്മം എല്ലാ കാലവും നിലനിൽക്കണമെങ്കിൽ ഇന്ന് നമ്മളിത് മുന്നോട്ട് കൊണ്ടുപോകുന്നു. വരും തലമുറയാണ് ഇത് വീണ്ടും ഇത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അപ്പൊ അവരൊക്കെ അത് മനസ്സിലാക്കി പ്രവർത്തിക്കുന്നു എന്ന് അറിയുന്നത് കാണുമ്പോൾ വളരെ സന്തോഷവും അഭിമാനവും തോന്നുന്നു. എന്തായാലും നമുക്ക് ഇന്ന് കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പായി ഞാൻ ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ മാനേജിംഗ് ട്രസ്റ്റി ആയിട്ടുള്ള സുരേഷ് ഏട്ടനെ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. 2 വാക്ക് സംസാരിക്കുന്നതിനായി സുരേഷ് ഏട്ടൻ. എല്ലാവർക്കും നമസ്കാരം. ആദികാവ്യമായ രാമായണം അത് എങ്ങനെയാണ്, ഏത് സാഹചര്യത്തിലാണ് രചയിച്ചത്, അത് അതിലേക്ക് ഉൾക്കൊള്ളുന്ന കഥകൾ എന്താണ്, അതില് നമുക്ക് സംശയങ്ങൾ ചോദിക്കാൻ ഉള്ള കാര്യങ്ങൾ ഏതൊക്കെയാണ് എന്നെല്ലാം വ്യക്തവും വിശദവുമായി ചോദിച്ചുകൊണ്ട് ഈ ക്ലാസ് മുന്നേറുമ്പോൾ തീർച്ചയായിട്ടും കുട്ടികളെ പോലെ തന്നെ മുതിർന്നവർക്കും വളരെയധികം വിജ്ഞാനപ്രദമാണ് എന്ന് പറയാതെ വയ്യ. തീർച്ചയായിട്ടും ഇതുപോലുള്ള ക്ലാസ്സുകൾ ഈ ബാലശങ്കരത്തിൻ്റെ
ഈ പരിപാടികളൊക്കെ തീർച്ചയായും വരും തലമുറയെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് വഹിക്കാൻ സാധിക്കും എന്ന് ഉറപ്പുണ്ട്. ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമുക്ക് വേണ്ടി വിജ്ഞാനം പകർന്നു തന്ന ഉഷോപ്പോൾക്കും അതുപോലെ തന്നെ ഇത് പങ്കെടുക്കാനെത്തിയ കൊച്ചു കൂട്ടുകാർക്കും വലിയ കൂട്ടുകാർക്കും എല്ലാം സന്തോഷത്തോടെ ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ പേരിൽ ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തുന്നു. ജയശങ്കര. വളരെ സന്തോഷം സുരേഷ് ചേട്ടാ നിങ്ങളുടെ വാക്കുകൾക്ക്. ഇന്ന് ഇവിടെ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പായി ഒരു പ്രത്യേക അറിയിപ്പ് ഇന്നിവിടെ കൂടിയിരിക്കുന്ന എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അതായത് കുട്ടികൾക്കെല്ലാം ഈ മാസം തൊട്ട് എനിക്ക് തോന്നി മാർച്ച് മാസം പകുതി തൊട്ട് സ്കൂളൊക്കെ അടയ്ക്കാണ്, വെക്കേഷൻ സമയം ആരംഭിക്കുകയാണ്. അപ്പോൾ അവർക്കൊക്കെ പങ്കെടുക്കാവുന്ന രീതിയിൽ നമ്മൾ ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ ശങ്കരപദം എന്നുള്ള രീതിയിൽ ഒരു യാത്രാ പരിപാടി ആചാര്യ സ്വാമികളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ശങ്കരപാദം പതിഞ്ഞ ഭൂമിയിലൂടെ ഒരു യാത്ര എന്ന ഇതിൽ കൺസെപ്റ്റിലാണ് നമ്മൾ കാലടിയിൽ ഏപ്രിൽ മാസം 2-ാം തീയതി ഒരു യാത്രാ പരിപാടി നമ്മൾ ആരംഭിക്കുന്നു. അതിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് അതിൽ പങ്കെടുക്കാവുന്നതാണ്. ഏറ്റവും ചെറിയ രീതി നമ്മൾ എല്ലാവർക്കും അറിയാം, ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ ലാഭേച്ഛയിൽ കൂടാതെ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. തീർച്ചയായിട്ടും അതിനകത്ത് നമുക്ക് ഏറ്റവും കുറഞ്ഞ ഒരു നിരക്കിൽ ആണ് നമ്മളത് കൈകാര്യം ചെയ്തിരിക്കുന്നത്. 1200 രൂപയാണ് ഒരാൾക്ക് നമുക്ക് രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയുള്ള ഈ പരിപാടിയിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അതിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചക്കത്തെ ഊണ് അതേപോലെ വൈകുന്നേരത്തെ കാപ്പി ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടാണ്, യാത്രയും ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ 1200 രൂപ. തീർച്ചയായും കൊച്ചു കൂട്ടുകാരും അവരുടെ ഒക്കെ രക്ഷകർത്താക്കളോട് മാതാപിതാക്കളോട് പറയുക. ഈ പറഞ്ഞ പോലെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് ഇതിന്റെ ഉദ്ഘാടനം രാവിലെ 7 മണിക്ക്. അതിനുശേഷം അവിടുന്ന് മുതലക്കടവ്, ശൃംഗേരി മഠം, ശങ്കരസ്തൂപം, മാണിക്യമംഗലം ക്ഷേത്രം, തിരുവള്ളാംതുള്ളി ക്ഷേത്രം, ആവണംകോട് സരസ്വതി ക്ഷേത്രം, സ്വർണ്ണത്തുമന, അതേപോലെ മേൽപ്പാഴൂർ മന, ഇങ്ങനെയുള്ള ശങ്കരപാദം പതിഞ്ഞ ഈ മഹാപുണ്യസ്ഥാനങ്ങളിലേക്കുള്ള ഒരു യാത്രയാണ്. തീർച്ചയായും കൊച്ചു കൂട്ടുകാരും അതോടൊപ്പം തന്നെ മുതിർന്നവരും ഈ യാത്രയിൽ പങ്കെടുക്കുവാനായി ശ്രദ്ധിക്കുക. എന്തെങ്കിലും നിങ്ങൾക്ക് ചോദിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഗ്രൂപ്പുകളിലോ അല്ലെങ്കിൽ നമ്മുടെ കോർഡിനേറ്ററായ ശ്രീകാന്ത്ജി ഇവിടെ ഇന്ന് സന്നിഹിതനായിട്ടുണ്ട്, അദ്ദേഹത്തിനോടോ ഒക്കെ അറിയാവുന്നതാണ്. അല്ലെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞ പോലെ ഉഷേട്ടത്തിയോടോ ഈ പറയുന്ന ഗ്രൂപ്പിലെ ആരോട് ചോദിച്ചു കഴിഞ്ഞാലും അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് തരുന്നതാണ്. അപ്പം ഉഷേട്ടത്തിന് മുമ്പ് പറഞ്ഞതുപോലെ ഇന്ന് ഇവിടെ അവസാനിപ്പിക്കാൻ സമയമായി. ഏത് ശ്ലോകമാണ് പറഞ്ഞിരുന്നത് ഉഷേട്ടത്തി? അത് പറഞ്ഞുകൊണ്ട് ആരാണ് മുന്നോട്ട് വരുന്നതെന്ന് നോക്കാം. കായേന വാച സമർപ്പണം ദേവനാരായണൻ. ദേവനാരായണൻ ഇല്ലെങ്കിൽ ആരാണെന്ന് മുന്നോട്ട് വന്നോളൂ. കായേന വാച മനസ്സേന്ദ്രിയർവ ആ ശ്ലോകം ചൊല്ലുവാനായിട്ട് കൊച്ചുകൂട്ടുകാർ ആരെങ്കിലും മുന്നോട്ട് വന്നോളൂ. ദേവനാരായണൻ, ചിന്മയി, മേധ, വേദശ്രീ, സജിനാരാജ്, ഉണ്ടോ? സജിനാജി, അതല്ലേ കായേന വാച മനസ്സേന്ദ്രിയ. ഞാൻ ചെല്ലാന്നോ? കേൾക്കാം. ആരാണ് മുന്നോട്ട് വന്നോളൂ? പേര് പറഞ്ഞിട്ട് മുന്നോട്ട് വന്നോളൂ. ചിന്മയി, വീഡിയോ ഒന്ന് ഓൺ ചെയ്തോളൂ മോളെ. കരോമി യജ്ഞം സഹലം പരസ്മൈ നാരായണായണ സമർപ്പയാമി. ജയശങ്കര. ജയശങ്കര. അടുത്തത് എന്താണ്? മംഗളം. ക്ഷേത്രത്തിയുടെ മൈക്ക് മ്യൂട്ടാണ്, പറഞ്ഞോളൂ, മാറ്റിക്കോ. പൂർണ്ണമത, മേധ, വേദശ്രീ ചൊല്ലുമോ? ഇത് കുഞ്ഞുങ്ങളുടെ പരിപാടിയാണ്, കുഞ്ഞുങ്ങൾ വേണം എല്ലാം ചെയ്യാൻ. സായിരാം. സായിറാം. 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 സായിജലാണ്.
ചൊല്ലിയാട്ടെ മോനെ. പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ശ്രീശങ്കര. നമ്മളെ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ഏത് മന്ത്രം ചൊല്ലുമ്പോഴും ആദ്യം നമ്മൾ പ്രണവ മന്ത്രം ഉച്ചരിച്ച് വേണം ചൊല്ലാൻ, കേട്ടോ? ഓക്കെ. ജയശങ്കര. എല്ലാവർക്കും ശുഭരാത്രി. ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. ജയശങ്കര. എല്ലാവർക്കും ജഗദീശന്റെ കാരുണ്യകടാക്ഷം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഇന്നത്തേക്ക് കാണുന്നു. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ. ജയശങ്കര, 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 ജയശങ്കര. ജയശങ്കര. ജയശങ്കര.